ഈ മീറ്റിംഗിൽ നിങ്ങളുമായി കർത്താവിന്റെ വചനവുമായി നിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ പങ്കുചേരുന്നിരിക്കുന്ന എല്ലാ ഡിവൈസിലുള്ള പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ ആന്റി സൂചിപ്പിക്കപ്പെട്ടതുപോലെ കർത്തദാസൻ ബിജോമോന്റെ ഒരു മീറ്റിംഗിൽ ദൈവവചനം സംസാരിപ്പാൻ കർത്താവ് അടിയന് അവസരം ഒരുക്കി തന്നു. അന്ന് അടിയന്റെ പ്രിയപ്പെട്ടവരുടെ ഉപജീവന മാർഗ ബന്ധമായിട്ട് ഞങ്ങൾ സിംഗപ്പൂരിലായിരിക്കുന്ന സമയത്താണ് അന്ന് ദൈവവചനം സംസാരിപ്പാൻ കർത്താവ് അവസരം ഒരുക്കി തന്നത്. അതിനുശേഷം ഇങ്ങനൊരു അവസരം വാത്സല്യ ആന്റിയിൽ കൂടി ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഉപവാസത്തിന്റെ എനിക്ക് തോന്നുന്നു 18ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. ഈ 18ാമത്തെ രാത്രി സർവശക്തനായ ദൈവത്തിന്റെ വലിയ കരം നമുക്ക് അനുകൂലമായി വെളിപ്പെട്ട് വരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതുവരെ നമ്മൾ ദൈവവചനം കേൾക്കുകയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അനുദിനം പുതുക്കപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ദിവസങ്ങളായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിനായി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷകൾ ആരംഭിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. കണ്ണുകളെ മൂടാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി തരികയാണ്. കർത്താവെ, സാധുവായ അടിയനെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ദൈവവചനം കേൾക്കുവാനായി വിവിധ കൺസേണുകളിൽ, വിവിധ ഇടങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കപ്പെടുന്ന സകലമാന വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവകരങ്ങളിലടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പകലിലെ ഞങ്ങൾ ആയിരുന്നിടങ്ങളിലെല്ലാം ദൈവമായ കർത്താവ് സൂക്ഷിച്ചു. ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം തന്ന് ഞങ്ങളെ മാനിച്ചു. എന്നാൽ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ വീണ്ടും തലവണക്കുകയാണ്. അങ്ങയുടെ ജനം ഏതാണ്ട് 18 ദിനരാത്രങ്ങൾ ദൈവസന്നിധിയിൽ ആത്മതപനം ചെയ്തു. അതിന്റെ അവസാന മൂവ്മെന്റിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിന്റെ അകത്തളങ്ങളിൽ അപ്പൊ ഇന്ന് അടിയന് ദൈവവചനം സംസാരിപ്പാൻ തരുന്ന അവസരത്തിനായി നന്ദി. ഞങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കണം, ഈ ജനത്തെ ശക്തീകരിക്കണം. ഒരിക്കൽ കൂടി ഒരു പടി കൂടി കർത്താവിന്റെ സന്നിധിയോട് അടുക്കുവാൻ ആത്മാവ് സഹായിക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. തിരുമേനിയുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ച് മുദ്രവയ്ക്കും. അത്ഭുതങ്ങളെ ചെയ്യണം, കൃപയിൽ പൊതിയണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ദൈവമുണ്ടായി കേൾക്കണം. സ്വർഗീയ നല്ല പിതാവ്, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ആത്മബോധത്തോടെ നമുക്ക് ദൈവസന്നിധിയിലാകാം. തുടർന്നുള്ള ആ ദൈവവചന ധ്യാനത്തിലും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനും വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ആത്മബോധത്തോടെ നമുക്ക് ദൈവസന്നിധിയിലാകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് ലീഗ റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 28-29 വാക്യങ്ങൾ പ്രാരംഭത്തിൽ വായിച്ച് ദൈവവചനം ധ്യാനത്തിനായി നമുക്ക് ഹൃദയങ്ങളെയും മനസ്സുകളെയും നമുക്ക് ഒരുക്കാം. റോമാ ലേഖനം 2-ാം അധ്യായം അതിന്റെ 28-29 വേദവാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിച്ച് ദൈവസന്നിധിയെ സഹായിക്കാൻ പറ്റും. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദന എത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. നല്ല തിരുവെഴുത്തുകളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലാകാം. കർത്താവ് കഴിഞ്ഞ 17 ദിനങ്ങൾ കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വളരെ ആത്മഭാരത്തോടുകൂടെ ഈ രാത്രിയിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിന് എന്തൊക്കെയോ നമ്മോട് സംസാരിക്കാനുണ്ട്. അത് നമുക്ക് കേൾക്കാൻ നമ്മുടെ ഹൃദയത്തെയും കാതുകളെയും നമുക്ക് ഒരുക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം വായിച്ചത് റോമാ ലേഖനത്തിൽ നിന്നാണ്. നാം 2-ാം അധ്യായം അതിന്റെ 28-29 വാക്യങ്ങളാണ് പ്രാരംഭത്തിലൂടെ വായിപ്പാൻ ഇടയായി തീർന്നത്.
കർത്തൃദാസിലൂടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞാന് അന്ന് പ്രസംഗിച്ച ദൂത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ക്രിസ്തു വെളിപ്പാട് എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗമാണ് ഞാൻ അന്ന് ദൈവവചനത്തിന് സംസാരിക്കപ്പെട്ടത്. അതിൽ ഈ ഡിവൈസിലുള്ള എത്ര പേരുണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. അതുമായി കണക്ട് ചെയ്ത് ആണ് ഞാൻ ദൈവവചനം പഠിക്കുകയും കർത്താവ് എനിക്ക് തരുന്ന ആലോചന ഞാൻ കൈമാറപ്പെടുകയും ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമ്മൾ പ്രാപിക്കപ്പെടേണ്ടതായ ഒരു ഭാഗം ബൈബിൾ നമുക്ക് തരുന്നത് യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തരണം. അതാണ് നമുക്ക് ആവശ്യം. കർത്താവ് നമുക്ക് തന്റെ പുത്രനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാട് നമ്മുടെ അകത്തളങ്ങളിൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് മുൻപോട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിന് അനുഗ്രഹമായി മാറുകയുള്ളൂ. നമ്മൾ ദൈവരാജ്യത്തിലാണ് ആയിരിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ ശക്തി നമ്മൾ ഏറ്റെടുക്കപ്പെടേണ്ടവരാണ്. ദൈവരാജ്യം ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ആ രാജ്യത്തിന്റെ മഹത്വവും ശക്തിയും നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നാം ഈ വെളിപ്പാടിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നെങ്കിലേ കഴിയുകയുള്ളൂ. ആയതുകൊണ്ട് ആ വെളിപ്പാട് നമ്മൾ പ്രാപിക്കുവാൻ ഈ കഴിഞ്ഞ 17-18 ദിവസങ്ങൾ കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ആ വെളിപ്പാടിന്റെ ആഴങ്ങൾ കർത്താവ് നമുക്ക് നൽകി തരട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് വായിക്കുന്നത്, യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടെന്ന. യോഹന്നാൻ ഉണ്ടായ വെളിപ്പാട്. അപ്പോൾ നമുക്കും ആ വെളിപ്പാട് ഉണ്ടായി വരണം. വെളിപ്പാട് ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് ഉണ്ടായി വരണം. അത് എപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ തന്റെ പുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ലഭിക്കപ്പെടുന്നത് തന്റെ പുത്രൻ നമുക്ക് നേരിട്ട് തന്റെ ഹൃദയത്തിൽ നമ്മോടുള്ളതായ അവന്റെ ഇഷ്ടപ്രകാരമാണ് അവൻ തന്റെ വെളിപ്പാടുകൾ നമുക്ക് പകർന്നു തരുന്നത്. അത് പൗലോസ്ലീഹ ഗലാത്യ ലേഖനത്തിനകത്ത് പറയുന്ന ഇപ്രകാരമാണ് പറയപ്പെടുന്നത്, എന്റെ ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാട് എന്നിൽ വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ചപ്പോൾ എന്നാണ് അവിടെ വായിക്കപ്പെടുന്നത്. അപ്പോൾ ദൈവപ്രസാദമുള്ളവർക്കാണ് ഈ വെളിപ്പാട് ആഴത്തിൽ ചലിക്കപ്പെടുന്നത്, ആഴത്തിൽ അത് ഗ്രഹിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലായിരിക്കുന്നു എങ്കിൽ ആ വെളിപ്പാട് നമുക്ക് ആഴത്തിൽ പ്രാപിച്ചെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആ ക്രിസ്തു വെളിപ്പാടിന്റെ പ്രാരംഭം എന്ന് പറയപ്പെടുന്നത് വിശ്വാസത്താലാണ് നാം ഈ വെളിപ്പാട് പ്രാപിക്കപ്പെടുന്നത്. വിശ്വാസത്താലാണ് ആ വെളിപ്പാടിന്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുന്നത്. നമ്മൾ ആ വെളിപ്പാടിന്റെ ആഴം നാം പ്രാപിക്കപ്പെടുവാൻ വിശ്വാസത്തിന്റെ ഒരു വലിയ ഒരു വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകണം. ബൈബിൾ നമുക്ക് പഠിക്കുമ്പോൾ വിശ്വാസത്തെ കുറിച്ച് ഞാന് ഇങ്ങനെയാണ് പറയാറുള്ളത്. അത് പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ഹൃദയ പരിച്ഛേദന എന്ന് പറയുന്ന വിഷയമാണ് നമ്മൾ ഇന്ന് കർത്താവിൽ കൈകാര്യം ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കപ്പെടുന്നത്. എന്നാൽ വിശ്വാസത്താൽ നമ്മൾ ആ ഭാഗം നമുക്ക് പഠിക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയപ്പെടുന്നത് നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രകാരമാണ്. ഞാൻ എന്റെ ഉപവാസത്തിന്റെ 2017 എന്റെ ഉപവാസത്തിന്റെ 32ാമത്തെ ദിവസമാണ് ഈ ഭാഗങ്ങൾ. 2017 എന്നോട് പരിശുദ്ധാത്മാവ് പഠിക്കാൻ പറഞ്ഞ ഭാഗം, സ്തോത്രം ഹല്ലേലൂയ, എന്നോട് ഇപ്രകാരം പറഞ്ഞു, എബ്രായ ലേഖനം വായിക്കാൻ പറഞ്ഞു. അങ്ങനെ എബ്രായ ലേഖനം ഞാൻ വായിക്കുമ്പോഴാണ് എനിക്ക് ഈ ക്രിസ്തു വെളിപ്പാടിനെ കുറിച്ചുള്ള ആഴമേറിയ ദർശനം എനിക്ക് ആഴത്തിൽ ലഭിക്കപ്പെടുവാനിടയെത്തുന്നത്. അതിൽ വായിച്ചു വരപ്പെട്ടപ്പോൾ ഇങ്ങനെയാണ് പഠിക്കപ്പെടുന്നത്, വിശ്വസിച്ചിട്ട് നാശത്തിലേക്ക് പോകുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നു. അതുകൊണ്ട് വിശ്വസിച്ചിട്ട് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആകുവിൻ എന്ന ആഹ്വാനമാണ് എബ്രായ ലേഖന കർത്താവ് നമുക്ക് തരപ്പെടുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, വിശ്വാസത്തെ കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ, ആഴത്തിൽ വിശ്വാസത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ, നമ്മൾ ഇന്ന് മനസ്സിലാക്കപ്പെടുന്ന ആ വിശ്വാസത്തെ കുറിച്ച് നാം ആയിരിക്കപ്പെടുന്ന തലത്തിൽ വിശ്വാസത്തിന്റെ ആഴം നമ്മുടെ അകത്തേക്ക് വരുവാൻ ഇന്ന് രാത്രിയിൽ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് കയറി വരാം. സ്തോത്രം ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. വിശ്വാസം എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ എബ്രായ ലേഖനം 11:1 നമുക്ക് മറുപടിയായി പറയാനുള്ളത്. വിശ്വാസം എന്നതോ ആശ്രയിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ആകുന്നു. അങ്ങനെയെങ്കിൽ എന്റെ രണ്ടാമത്തെ ചോദ്യം, നമ്മള് ഫിസിക്കൽ മീറ്റിംഗ് ആണെങ്കിൽ ഞാൻ ചോദ്യം ചോദിച്ച്
ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, നമ്മൾ ഡിവൈസുകളിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അത്രയും അകലമുണ്ട് സ്വതന്ത്രം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഇപ്രകാരം പറയും, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയപ്പെടുന്നത് എന്താണ് കാണാത്തത്? എന്താണ് കാണാത്തത്? വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെങ്കിൽ എന്താണ് കാണാത്തത്? ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്ന അപ്പോൾ രണ്ട് തരത്തിൽ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ രണ്ട് തരത്തിലാണ് വിശ്വാസത്തിന്റെ തിയറി ബൈബിൾ നമ്മൾ ഉടനീളം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന്, കാണുന്ന തരത്തിലുള്ള വിശ്വാസവും, രണ്ട്, കാണാത്ത തരത്തിലുള്ള വിശ്വാസവും. കാണുന്ന വിശ്വാസത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത് അത് താൽക്കാലികമാണ്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യമാകുന്നു. അങ്ങനെയെങ്കിൽ വിശ്വാസം ബിബ്ലിക്കൽ നാം പഠിച്ചിരിക്കപ്പെടേണ്ട, നാം അറിഞ്ഞിരിക്കപ്പെടേണ്ട വിശ്വാസത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നാം മനസ്സിലാക്കപ്പെടുന്ന വിശ്വാസത്തെ കുറിച്ച്, കാണാത്തതിനെ കുറിച്ചുള്ള, നിത്യമായതിനെ കുറിച്ചുള്ള ആഴമേറിയ ദർശനമാണ് നമുക്ക് ആവശ്യം. ഇന്ന് പകൽ ഈ രാത്രി വേള ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയും, സ്തോത്രം, നമ്മൾ കാണുന്ന വിശ്വാസത്തെ കുറിച്ച് ഇന്ന് 99% പ്രസംഗങ്ങളും കാണുന്ന വിശ്വാസത്തെ കുറിച്ചാണ്. കാണുന്ന വിശ്വാസത്തെ കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുവാൻ കാണുന്ന വിശ്വാസം മതി. എന്നാൽ നിത്യത ഉറപ്പാക്കണമെങ്കിൽ, നിത്യമായ കാര്യത്തെ കുറിച്ച് ആഴമേറിയ വെളിപ്പാട് എനിക്കും നിങ്ങൾക്കും ആവശ്യമായതുകൊണ്ട് നിത്യമായതിനെ കുറിച്ച് ബൈബിൾ തരുന്ന വെളിപ്പാട്, സ്തോത്രം, അത് അകമ്മയാണ്. അത് കാണുന്ന തലത്തിലല്ല, കാണാത്ത തരത്തിലുള്ളതായ ഒരു ആന്തരിക വെളിപ്പാടാണ് ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആയതുകൊണ്ട് നമ്മുടെ പുറമെയുള്ള വിശ്വാസത്തിന്റെ ചുവടുകളെ മാറ്റി അകമ്മയുള്ള ഒരു ആത്മാവിന്റെ വെളിപ്പാട് തുറക്കപ്പെടുവാൻ ഈ രാത്രിയിൽ നമുക്ക് ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കണം. ഈ രാത്രി നമുക്ക് ദൈവത്തോട് പറയേണ്ടത്, കർത്താവേ, എനിക്ക് കാണുന്ന തരത്തിലുള്ള ഒരു വിടുതലല്ല ഞാൻ ആഗ്രഹിക്കപ്പെടുന്നത്, കാണാത്ത തരത്തിലുള്ള ഒരാത്മാവിന്റെ വിടുതൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരുവാൻ ഈ രാത്രി പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ എന്റെ ദൈവം ശക്തമായ മഹത്വത്തിന്റെ വെളിപ്പാട് ഈ രാത്രി നമുക്ക് തുറന്നു തരുവാൻ ഇടയായിത്തീരും. അത്രയും പറഞ്ഞ് ആ ഭാഗം ഞാൻ വിടട്ടെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചെങ്കിൽ മാത്രമേ ഇനി ദൈവാത്മാവ് അനുവദിക്കുന്നെങ്കിൽ ആ ഭാഗങ്ങളെ കൂടി കണക്ട് ചെയ്യാം. അപ്പോൾ നിത്യമായതിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് കാണാത്ത വിശ്വാസത്തെ കുറിച്ച് ബൈബിൾ നമുക്ക് തരുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഈ റോമാലേഖനത്തിലേക്ക് നമ്മുടെ പഠനം ഇന്ന് രാത്രിയിൽ നമുക്ക് കൊണ്ടുപോകാം. ഈ 18ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിന് എന്താണ് നമ്മോട് സംസാരിക്കാനുള്ളത് എന്നതിലേക്ക് നമുക്ക് തിരിയാം. ഇവിടെ നമ്മൾ വായിച്ചപ്പെട്ട റോമാലേഖനത്തെ കുറിച്ച്, സ്തോത്രം, ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന, സ്തോത്രം, ലേഖനങ്ങൾ എന്തിനാണ് തന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അതിന്റെ വിശദീകരണങ്ങളാണ് ലേഖനങ്ങൾ. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാട്, അല്ലെങ്കിൽ നാം ആ വെളിപ്പാടിന്റെ ആഴങ്ങളിലേക്ക് കയറി ചെല്ലുവാൻ ലേഖനങ്ങൾ നമുക്ക് പഠിച്ചേ മതിയാകുകയുള്ളൂ. അപ്പോൾ 21 ലേഖനങ്ങളിൽ അതിപ്രധാനമായ ഒരു ലേഖനമാണ് റോമാലേഖനം. ഈ റോമാലേഖനത്തിന്റെ നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രകാരമാണ് 3 പ്രത്യേക വിഷയങ്ങളാണ് റോമാലേഖനത്തിലെ ചിന്തകൾ. റോമാലേഖനത്തിലെ പ്രധാനമായ 3 ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കത്ത് എഴുതപ്പെടുന്ന 3 പ്രധാന ലക്ഷ്യങ്ങൾ. ഒന്ന് ദൈവശാസ്ത്രപരമായ ലക്ഷ്യമാണ്. ദൈവശാസ്ത്രപരമായ ലക്ഷ്യം. 2 ഇടയ ലേഖനവും ഇടയ സംബന്ധമായ ലക്ഷ്യമാണ്. 3 തന്റെ മിഷണറി യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷ്യമാണ്. ദൈവശാസ്ത്രപരമായ ലക്ഷ്യം, 2 ഇടയ സംബന്ധമായ ലക്ഷ്യം, 3 തന്റെ മിഷണറി യാത്രയുമായി ബന്ധപ്പെട്ട ലക്ഷ്യമാണ്. ഇന്ന് നമ്മൾ വായിക്കപ്പെട്ട ഭാഗം ദൈവശാസ്ത്രപരമായ ലക്ഷ്യത്തെ കുറിച്ചുള്ള, അല്ലെങ്കിൽ രക്ഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട അതിപ്രധാനമാകപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ വായിപ്പാനിടയെത്തുന്നത്. ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട സമയത്തിനുള്ളിൽ, നാം റോമാലേഖനം അല്ല പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കപ്പെട്ടതായ സമയത്തിനുള്ളിൽ ഈ വേദവാക്യത്തിന്റെ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലോട്ടൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുകയും
പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളോട് സംസാരിക്കാനുള്ള ഭാഗം അതിനകത്ത് ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ ഈ 18ാമത്തെ രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പോൾ രക്ഷയുമായി ബന്ധപ്പെട്ട ആ രക്ഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായ വെളിപ്പാടാണ് ഇവിടെ നമ്മൾ വായിക്കപ്പെട്ടതായ ഭാഗം. അതിന്റെ ശ്രദ്ധിക്കാം, 2-ാം അധ്യായം അതിന് 28, 29 വേദവാക്യങ്ങളാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങളോട് പറയാൻ തന്നിരിക്കുന്ന നിയോഗം ആയതുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടെ നമുക്കാകാം. ഇവിടെ ഈ വാക്യം ഈ വാക്യത്തിന്റെ അതിന്റെ മൂലം ആ വാക്യത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകണമെങ്കിൽ, അതിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ പശ്ചാത്തലം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കപ്പെടണം. അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമിൽ എത്തിയിട്ടില്ല. റോമ സഭ തന്റെ വിശ്വാസത്താൽ താൻ പ്രസംഗിച്ച് ഉണ്ടാക്കിയെടുക്കപ്പെട്ടതായ ഒരു സഭയല്ല റോമ സഭ. എന്നാൽ വിജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും രക്ഷയിലേക്ക് കടന്നു വരപ്പെട്ട ഒരു കൂട്ടം ജനം ദൈവസഭയിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ച് മുൻപോട്ട് കടന്നു പോകപ്പെടുമ്പോൾ റോമ അന്ന് ഭരിക്കപ്പെട്ടതായ ചക്രവർത്തി ഇപ്രകാരം ഒരു പ്രഖ്യാപനം നടത്തപ്പെട്ടു. എല്ലാ യഹൂദന്മാരും റോം വിട്ട് അവരവരുടെ ദേശത്തേക്ക് പോകണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വദേശിവൽക്കരണം നടത്തുവാനേ തീർന്നു. സ്വദേശിവൽക്കരണം, ആ ദേശത്തുള്ളവർ മാത്രം ആ ദേശത്ത് പാർക്കപ്പെടുക, ബാക്കിയുള്ളവർ സ്വദേശത്തേക്ക് അവരവരുടെ നാട്ടിലേക്ക് പോകണമെന്നുള്ളതായ ഒരു പ്രഖ്യാപനം ചക്രവർത്തിയുടെ ഭാഗത്തുനിന്നുണ്ടാകപ്പെട്ടപ്പോൾ യഹൂദന്മാർക്ക് ആ റോമ നഗരം വിട്ട് പോകേണ്ടി വന്നു. എന്നാൽ ഒത്തിരി ബന്ധങ്ങളുണ്ട്, ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്, ദൈവസഭയുണ്ട്, മക്കളുടെ വിവാഹം കഴിഞ്ഞ് ബന്ധുമിത്രാദികൾ അവിടെയുണ്ട്. പക്ഷേ വേദനയോടുകൂടി റോം വിട്ടുപോകേണ്ടതായ ഒരു സാഹചര്യം കടന്നു വരപ്പെടുന്നു. ആ സാഹചര്യത്തിൽ യഹൂദന്മാരെല്ലാം അവരവരുടെ നാട്ടിലേക്ക് പോകപ്പെട്ടു. എന്നാൽ ഏതാണ്ട് 5 വർഷം കഴിയപ്പെട്ടപ്പോൾ ആ ചക്രവർത്തി മരിക്കപ്പെട്ടത് നിമിത്തം ആ നിയമങ്ങൾക്ക് മാറ്റം വന്നിട്ട് ഇപ്രകാരം അടുത്ത ചക്രവർത്തി വരപ്പെട്ടപ്പോൾ ഇപ്രകാരം പറയപ്പെട്ടു, ആർക്കു വേണേലും റോമിൽ വരാം. അങ്ങനെ ഇത് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കപ്പെട്ടതായ പ്രിയപ്പെട്ടവർ, കാരണം ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു, സഭ നഷ്ടപ്പെട്ടു, കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു, ഒരു തരത്തിലും ബന്ധമില്ലാതിരിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് തിരിച്ച് മടങ്ങി വരാനുള്ളതായ ഒരവസരം ലഭിക്കപ്പെട്ടപ്പോൾ അവര് തിരിച്ച് മടങ്ങി വരപ്പെട്ടപ്പോൾ ആകാംക്ഷയോടുകൂടെ അവർ ഓടി ദൈവസഭയിലേക്ക് കടന്നു വരപ്പെട്ടു. അവർ ആരാധിച്ച് മടങ്ങി പോകപ്പെട്ടതായ 5 വർഷങ്ങൾക്ക് പുറകിൽ ആരാധിച്ച സഭയിലേക്ക് മടങ്ങി വരാനുള്ളതായ ഒരു അവസരം ലഭിക്കപ്പെട്ടപ്പോൾ അവർ മടങ്ങി വന്ന സമയത്ത് അവർ കണ്ട കാഴ്ച വിജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ദൈവമക്കൾ അവരുടെ ആരാധന ശൈലികൾക്ക് മാറ്റം, അവരുടേതായ പ്രസംഗങ്ങൾക്ക് മാറ്റം, അവരുടേതായ യഹൂദ മര്യാദ പ്രകാരമുള്ള യാതൊരു തരത്തിലുള്ളതായ ശുശ്രൂഷയും അവിടെ ഇപ്പോൾ കാണുന്നില്ല. യഹൂദ മര്യാദ പ്രകാരമുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ചെയ്യാത്ത ഒരു ജനസമൂഹം റോമ സഭയിൽ വർദ്ധിച്ചു വന്നിരിക്കുന്നു. ഇത് ഒരു വലിയ കുഴപ്പത്തിന് കാരണമാകപ്പെട്ടു. അവിടെ ഇടയിൽ ഒരു വലിയ വിഷയമായി മാറപ്പെട്ടു. സഭയ്ക്കകത്ത് 2 തലം വെളിപ്പെട്ടു. ഒന്ന്, യഹൂദ മര്യാദ പ്രകാരം ജീവിക്കണമെന്ന് പറയുന്ന ഒരു കൂട്ടർ. 2, വിശ്വാസ പ്രമാണ പ്രകാരമാണ് ജീവിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു കൂട്ടം. അങ്ങനെ 2 കൂട്ടം ജനം സഭയ്ക്കകത്ത് വന്ന ഒരു വലിയ പ്രശ്നത്തിലേക്ക് തരപ്പെട്ടു. അവർ പുറമേ മാറ്റം വന്നവർക്കും പുറം മാറ്റം വന്നവർക്ക് അകം മാറ്റം വരുന്നില്ല, അകം മാറ്റം വന്നവർക്ക് പുറം മാറ്റം വരുന്നില്ല. ഇത് 2ഉം ഒരു വല്ലാത്ത പ്രശ്നത്തിലേക്ക് പോകപ്പെട്ടു. അപ്പോൾ ഈ പ്രശ്നത്തെ പരിഹരിക്കപ്പെടണം. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും? പൗലോസ്ലീഹ പറയുകയാണ്, നമ്മൾ വായിച്ച വേദവാക്യത്തിലേക്ക് വരികയാണ്. അവിടെ പറയുകയാണ്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല. ഹല്ലേലൂയ. പുറമേ പരിച്ഛേദന ഏൽക്കപ്പെട്ടത് പരിച്ഛേദനയുമല്ല, പിന്നെ അകമേ യഹൂദനായവനാണ്
യഹൂദനെന്നും സുതുല്യം അകമേ പരിച്ഛേദന ഏൽക്കപ്പെട്ടവനാണ് യഥാർത്ഥ പരിച്ഛേദനയെന്നുമാണ് ഇവിടെ പൗലോസ്ലീഹ വിശദീകരിക്കപ്പെടുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയപ്പെടും, സ്തോത്രം, നമുക്ക് രണ്ട് തലത്തിലും ഒരുപോലെ മാറ്റം വേണം. അകം മാറ്റം വന്നവന് പുറവും മാറ്റം വരും, പുറം മാറ്റം വന്നവന് അകവും മാറ്റം വരണം. ഹല്ലേലൂയ. ഇത് ഇന്നത്തെ ആത്മീയ സമൂഹത്തിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ്. ചിലർക്ക് പുറത്ത് വലിയ മാറ്റങ്ങളുണ്ട്, നല്ല വെള്ള ഉടുപ്പ് ധരിക്കുന്നുണ്ട്, മീശ എടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ അകത്ത് ഒരു മാറ്റവുമില്ല. സ്വതന്ത്രം അകം വളരെ പുഴുക്കുത്താണ്, വളരെ ജഡീക സ്വഭാവങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു പ്രത്യേക സമൂഹമായി ആത്മീയ ലോകം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കപ്പെടുന്നു. എന്നാലോ അകം മാറ്റം എന്നു പറയുന്ന പ്രിയപ്പെട്ടവർക്ക് പുറത്ത് യാതൊരു തരത്തിലെ മാറ്റവും ഉണ്ടാകുന്നില്ല. ഇന്ന് രാത്രിയിൽ സമയപരിധി കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കപ്പെടുന്നു. അകം മാറ്റം വന്നവന് പുറവും മാറ്റം വരണം, പുറം മാറ്റം വന്നവന് അകവും മാറ്റം വരണം. പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സ്കാൻ ചെയ്യപ്പെടുമ്പോൾ, എന്നെയും നിങ്ങളെയും പരിശോധിക്കപ്പെടുമ്പോൾ, സ്തോത്രം ചെയ്യാം, നമുക്ക് പുറത്ത് മാറ്റം മാത്രമല്ല, ആന്തരിക മണ്ഡലത്തിൽ കാണാത്ത തലത്തിൽ ഒരു വലിയ മാറ്റമകത്തുണ്ടാകപ്പെടണം. അങ്ങനെ മാറിയവർക്ക് മാത്രമേ ജീവിതത്തിന്റെ യഥാർത്ഥ ദൈവരാജ്യത്തിന്റെ ശക്തി ഏറ്റെടുക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ കൃപ ഏറ്റെടുക്കാൻ പറ്റുകയുള്ളൂ, ദൈവരാജ്യത്തിന്റെ മഹത്വം ഏറ്റെടുക്കുവാൻ കഴിയുള്ളൂ. ആയതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. സ്തോത്രമല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം. പുറമേ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഒരുവൻ ക്രിസ്ത്യാനിയാകുന്നില്ല. സ്തോത്രം. അകമേ മാറ്റം വന്നവന് മാത്രമേ യഥാർത്ഥ ക്രിസ്തുവിനെ ധരിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്ന ബൈബിൾ നമുക്ക് തരുന്ന വെളിപ്പാടാണ്. ഞാൻ ആ ഒരു പദത്തിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. ഹൃദയ പരിച്ഛേദന. നമുക്ക് ഹൃദയത്തിനകത്ത്, ആന്തരിക മണ്ഡലത്തിനകത്ത് നമുക്ക് ഒരു വലിയ മാറ്റം വരണം. കാണാത്ത വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ ആന്തരിക മണ്ഡലത്തിലെ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് കാണാൻ കണ്ണാടിയുടെ മുൻപിൽ നോക്കിയാൽ മതി, ഇല്ലേ? കണ്ണാടി മുമ്പിൽ നോക്കിയാൽ നമുക്ക് പുറം കാണാൻ പറ്റും. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയും, സ്വതന്ത്രം, ഇന്ന് ഈ ഡിവൈസിൽ നിങ്ങൾ നോക്കിയിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് കാണാൻ അറിയാം. സ്വതന്ത്രം, എന്നാൽ നിങ്ങളുടെ മുഖം എങ്ങനെയായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഈ കണ്ണാടി അല്ലാതെ കാണാൻ പറ്റുമോ? നിങ്ങളുടെ മുഖം എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? സ്വതന്ത്രം, ഈ ഡിവൈസിൽ നിങ്ങൾ നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തെ കാണാൻ അറിയാം. എന്നാൽ സ്വതന്ത്രം, കണ്ണാടി അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നത് വളരെ പാടാണ്. അത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പാടാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പുറം കണ്ട് കാണുന്നത് പോലെ നമ്മുടെ അകത്തെ മനുഷ്യനെയും നാം കാണേണ്ടതുണ്ട്. അത് കാണണമെങ്കിൽ വചനമെന്ന കണ്ണാടിയുടെ മുൻപിൽ ഇരിക്കണമെന്നാണ് ബൈബിൾ നമ്മോട് പറയപ്പെടുന്നത്. വചനമെന്ന കണ്ണാടിയുടെ മുന്നിൽ നാം നോക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യനെ ദൈവാത്മാവ് കാണിച്ചു തരും. അകത്തെ മനുഷ്യൻ വലിയ ഹൃദയ പരിച്ഛേദന ഏൽക്കപ്പെട്ട ഒരു ക്രിസ്തു മനുഷ്യനായി മാറപ്പെട്ടവനെന്ന് അവന് കാണണമെങ്കിൽ അവന്റെ ഹൃദയത്തെ അവന്റെ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ അവൻ നോക്കണം. ബൈബിൾ അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനെയാണ് പറയുന്നത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വേദവാക്യം വേണമെങ്കിൽ പെട്ടെന്ന് വായിച്ചോ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വേദവാക്യം. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടെ ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ
തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. മതി. ഇവിടെ വചനം വായിച്ച വേദവാക്യം വളരെ ശ്രദ്ധേയമാണ്. കർത്താവിന്റെ വചനം പ്രകാരമാണ്, നിങ്ങൾ കണ്ണാടിയിൽ നോക്കി നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ കാണുന്നു, എന്നാൽ നിങ്ങൾ ആ കണ്ണാടി വിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങപ്പെടുമ്പോൾ നിങ്ങളുടെ സ്വാഭാവിക മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. ശ്രദ്ധിക്കാം. എന്നാൽ വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവർക്ക് ഇതുപോലെയാണ്. അവിടെ അകത്ത് യാതൊരു തരത്തില് മാറ്റവും ഉണ്ടാകില്ല. എന്നാൽ വചനത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ഹൃദയത്തിനകത്ത് ആന്തരിക മാറ്റം ഉണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ഒരു ഗൗരവമേറിയ ചിന്തയിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. സ്തോത്രം. ഗൗരവമേറിയ ചിന്തയാണ്. സ്തോത്രം. നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ട് ഏതാണ്ട് 10, 20, 30 വർഷം ദൈവവചനം നിങ്ങൾ കേട്ട് തഴമ്പിക്കപ്പെട്ടവരായിരിക്കാം. ദൈവവചനം കേൾക്കപ്പെട്ടത് ഇന്ന് രാത്രിയിൽ ഞാൻ പ്രിയപ്പെട്ടവരോട് പറയും, സ്തോത്രം, ഒരു സാധാരണ ദൈവവചന കേൾവിയിലേക്ക് അതിനപ്പുറം ഒരു വെളിപ്പാടിലേക്ക് ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മളെ കടത്തിവിടേണ്ടതിന് ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കണം. വിശ്വാസത്താൽ ഹൃദയത്തിനകത്ത് ക്രിസ്തു വിശ്വാസത്താൽ ജനിക്കപ്പെട്ടവരോടാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ആകാത്ത അല്ലാതെ ദൈവവചന പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കപ്പെടാത്തവര് ഒരു വ്യക്തിയോടല്ല ഞാൻ ഇന്ന് രാത്രി സംസാരിക്കുന്നത്. ദൈവവചനം അറിയാകുന്ന പ്രിയപ്പെട്ടവരോടാണ് ഞാൻ, വീണ്ടും ജന്മം പ്രാപിക്കപ്പെട്ട ദൈവമക്കളോടാണ് ഞാൻ ദൈവവചനം സംസാരിക്കുന്നത്. ആ ഒരു ഉറപ്പിലാണ് ഈ വചനത്തെ ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറി തരുന്നത്. വീണ്ടും ജന്മം പ്രാപിക്കപ്പെട്ട അകത്ത് ഹൃദയത്തിനകത്ത് യേശു ക്രിസ്തുവിനെ പേറിയ ഒരു ദൈവ പൈതനോടാണ് ഇന്ന് രാത്രി ഞാൻ ആത്മാർത്ഥതയോടുകൂടെ ദൈവവചന പങ്കുവെക്കപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ പ്രകാരം വിളിച്ചു പറയും, ഹൃദയത്തിനകത്ത് ആന്തരിക പരിച്ഛേദന വന്നവർക്ക് മാത്രമേ അകത്ത് യേശു ക്രിസ്തു വെളിപ്പെട്ടു വരികയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളും ഞാനും ദൈവരാജ്യത്തിന്റെ കീഴിൽ, ദൈവ മഹത്വത്തിന്റെ കീഴിൽ ഞാനും നിങ്ങളും ആകണമെങ്കിൽ അകത്ത് യേശു വരണം. അകത്ത് യേശു വരണമെങ്കിൽ അകത്തിരിക്കുന്ന സ്വതന്ത്രമല്യം ഹൃദയത്തിലെ അശുദ്ധിയെ പരിച്ഛേദന ചെയ്ത് അത് ഇല്ലാതെയാകണം. ഇല്ലാതെയാകാതെ വിശുദ്ധനായ ദൈവം അശുദ്ധിയിൽ ഒരിക്കലും അല്ലെങ്കിൽ ജനിക്കുകയില്ല, വളരുകയില്ല. അകത്ത് യേശു ക്രിസ്തു ആഴത്തിൽ ജീവിക്കപ്പെടുകയില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയും, ആന്തരിക മണ്ഡലത്തിൽ മാറ്റമില്ലാത്ത ഒരുത്തനിലും യേശു ക്രിസ്തു ഇല്ല എന്ന് ഇന്ന് രാത്രി ഞാൻ ഇപ്രകാരം പറയപ്പെടും. ആന്തരിക മനുഷ്യനിൽ മാറ്റമില്ലാത്ത ആരും തന്നെ യഥാർത്ഥ ദൈവ പൈതലല്ല. ഇന്ന് രാത്രി മാനസാന്തരപ്പെടുവാൻ ഒരു അവസരം കൂടി പരിശുദ്ധാത്മാവ് ഈ ദൈവവചന കേൾവി കൂടി നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ ഹൃദയ പരിച്ഛേദന അകത്തളങ്ങളിൽ സ്വത്രം ഉണ്ടാകേണ്ടത് ആവശ്യകതയെക്കുറിച്ച് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കാം. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഇത് പുതിയ നിയമത്തിന്റെ വെളിപ്പാടല്ല കേട്ടോ, പുതിയ നിയമത്തിന്റെ വെളിപ്പാടല്ല. ഇത് പഴയ നിയമം മുഴുവനും ഈ വെളിപ്പാട് ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ആവർത്തന പുസ്തകം സ്തോത്രമല്ലിയ 10-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വേദവാക്യം. ആവർത്തനം 10-16-ാമത്തെ വേദവാക്യം. ഒന്ന് വായിച്ചോ. ആവർത്തനം 10-ന്റെ 16-ാമത്തെ വേദവാക്യം. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീൻ, ഇനിമേൽ ദുശാഠ്യമുള്ളവരാകരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. അവിടെ വായിച്ച വേദവാക്യം എങ്ങനെയാണ്? നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ പരിച്ഛേദന ചെയ്യുവിൻ. സ്തോത്രം. നിങ്ങളുടെ ദൈവം സർവശക്തനായ ദൈവം അത്രേ. ഇസ്രായേലിനോട് ദൈവം പറയാണ്, നിങ്ങളുടെ ദൈവം സർവശക്തനായ ദൈവമായതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പരിച്ഛേദന ചെയ്യുവിൻ. സ്തോത്രം. ഇനി ശ്രദ്ധിക്കാം, അതിന്റെ 30-ാം അധ്യായം 6-ാമത്തെ വാക്യം മുതൽ. ആവർത്തനം 30:6. നീ ജീവിച്ചിരിക്കേണ്ടതിന്
നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. അടുത്ത വാക്യം, ഈ ശാപങ്ങളെയൊക്കെ നിന്റെ ദൈവമായ യഹോവ നിന്റെ ശത്രുക്കളുടെ മേലും നിന്നെ പകച്ച് ഉപദ്രവിക്കുന്നവരുടെ മേലും വരുത്തും. മതി. ഇവിടെ വായിച്ച വേദവാക്യം വളരെ ശ്രദ്ധേയമാണ്. 30-ാമത്തെ വേദവാക്യം എന്താ പറയപ്പെടുന്നത്? നിന്റെ ദൈവമായ യഹോവ നിന്റെയും നിന്റെ സന്തതിയുടെയും ഹൃദയം പരിച്ഛേദന ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? നീ ജീവിച്ചിരിക്കേണ്ടതിനും, സ്തോത്രം ഹല്ലേലൂയ, നീ ദൈവത്തെ സ്നേഹിക്കേണ്ടതിനും എന്റെ ദൈവം നിന്റെയും നിന്റെ തലമുറയുടെയും ഹൃദയം പരിച്ഛേദന ചെയ്യും. ഇന്ന് രാത്രിയിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയും, 10-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞു, നിങ്ങൾ ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പരിച്ഛേദന ചെയ്യണം. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ വിശ്വാസത്താൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കപ്പെടുവാൻ കനാനിലേക്ക് ലക്ഷ്യമിട്ട് രക്തത്തളി ആചരിച്ച് നിങ്ങൾ യാത്ര പുറപ്പെട്ടവരാണ്. കനാനാണ് നിങ്ങളുടെ ലക്ഷ്യം. ആയതുകൊണ്ട് കനാനിലേക്ക് പ്രവേശിക്കാനായി കടന്നു പോകുന്ന ജനത്തോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പരിച്ഛേദന ചെയ്ത്, ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശരിയായി നിങ്ങളുടെ അകത്തു മാറ്റം വന്ന് നിങ്ങൾ എന്നെ അനുഗമിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ശരിയായ മാറ്റം വന്ന് നിങ്ങൾ എന്റെ അടുക്കലേക്ക് അടുത്തു വരുവിൻ എന്ന് ദൈവം അവരോട് 10-ാം അധ്യായത്തിൽ പറയപ്പെട്ടിട്ട് സ്വതന്ത്രം 30-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുകയാണ്, നീ ചെയ്തില്ല എങ്കിൽ, ഹല്ലേലൂയ, നീ അത് ചെയ്തില്ല എങ്കിൽ നിനക്ക് മടങ്ങി വരാനുള്ള, നിനക്ക് മാനസാന്തരപ്പെടാനുള്ള സമയം നീ അത് ഉപയോഗിച്ചില്ല എങ്കിൽ, ഹല്ലേലൂയ, ഞാൻ നിന്റെയും നിന്റെ തലമുറയുടെയും ഹൃദയത്തെ കീറി, സ്തോത്രം ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തെയും നിന്റെ തലമുറയുടെ ഹൃദയത്തെയും കീറി ഞാൻ നിന്നെ ജീവിച്ചിരിക്കുവാൻ, നീ എന്നെ സ്നേഹിക്കേണ്ടതിന്, ഹല്ലേലൂയ, നീ എന്നെ സ്നേഹിക്കേണ്ടതിനും നീ ജീവിച്ചിരിക്കേണ്ടതിനും എന്റെ ദൈവം പറയുകയാണ്, ഞാൻ നിന്റെയും നിന്റെ തലമുറയുടെ ഹൃദയത്തെ കീറും. പ്രിയമുള്ളവരെ, സ്വതന്ത്രം ഹല്ലേലൂയ, ഹൃദയത്തെ കീറുക എന്ന് പറയപ്പെടുന്നത് ഒരു നിസാര കാര്യമൊന്നുമല്ല. സ്വതന്ത്രം നമുക്ക് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് ഒരു നിസാര കാര്യമൊന്നുമല്ല. സ്വതന്ത്രം മടങ്ങി വരിക എന്ന് പറയുന്നത് ഒരു നിസാര കാര്യമൊന്നുമല്ല. എന്നാൽ തമ്പുരാൻ പറയുന്നു, അവസരം നിനക്ക് തന്നിട്ടും നീ അത് ചെയ്യാതിരിക്കൊണ്ട്, സ്തോത്രം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, സ്തോത്രം, നമുക്ക് ഇങ്ങനെ പറയാം. എബ്രായ ലേഖനത്തിന്റെ ഭാഷയിൽ 12-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഇപ്രകാരമാണ്, ഏതൊരു അപ്പൻ സ്നേഹിക്കുന്ന മക്കളുണ്ടോ ആ മക്കളെ അപ്പൻ ശിക്ഷിക്കും. അതിനെ ബൈബിൾ പറയുന്ന ഇപ്രകാരമാണ്, ബാലശിക്ഷ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. എബ്രായ ലേഖനം നമ്മോട് പറഞ്ഞ ഇപ്രകാരമാണ്, ഞാൻ ബാലശിക്ഷയിൽ കൂടി എന്റെ മക്കളെ മടക്കി കൊണ്ടുവരും. എബ്രായ ലേഖനം 12:5 മുതലുള്ള വേദവാക്യം പെട്ടെന്ന് വായിച്ചോ ആന്റി, പെട്ടെന്ന് വായിച്ചോ. എബ്രായർ 12:5 മുതൽ പെട്ടെന്ന് വായിച്ചോ. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. മതി ആന്റി, താഴോട്ട് വായിക്കണം. ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. സ്വതന്ത്രം അവിടെ വായിച്ച വേദവാക്യം വളരെ ശ്രദ്ധേയമായി പഠിക്കണം. ദൈവം സ്നേഹിക്കുന്ന മക്കളെ ദൈവം ശിക്ഷിക്കും. സ്തോത്രം. ദൈവം സ്നേഹിക്കുന്ന മക്കളെ ദൈവം ശിക്ഷിക്കും. കാരണം നമ്മെ വീണ്ടെടുത്തത് തന്റെ പുത്രന്റെ രക്തം കൊടുത്താണ് അവൻ വിലയ്ക്ക് വാങ്ങിയത്. ഞാനും നിങ്ങളും, സ്തോത്രം, വിലയ്ക്ക് വാങ്ങപ്പെട്ടത് വെറും വിലയല്ല കൊടുക്കപ്പെട്ടത്, തന്റെ പുത്രന്റെ വില കൊടുത്താണ് നമ്മെ സമ്പാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട്
നമ്മളെ നശിപ്പിച്ച് കളയുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളെ ഇല്ലാതെയാക്കി കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാനും നിങ്ങളും ദൈവ പദ്ധതിക്കകത്ത് ഉണ്ടെങ്കിൽ, ഞാനും നിങ്ങളും ദൈവ പദ്ധതിക്കകത്ത് ഉണ്ടെങ്കിൽ എന്റെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. നിങ്ങളെ വേദനയിൽ കൂടി ശോധനയിൽ കൂടി എന്റെ ദൈവം കടത്തിവിടും. എന്തിനെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അവന്റെ വിശുദ്ധി പ്രാപിക്കപ്പെടുവാൻ, നിങ്ങൾ അവന്റെ അനുസരണം പ്രാപിക്കപ്പെടുവാൻ, ഞാനും നിങ്ങളും അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി അനുസരണം പ്രാപിച്ച് വിശുദ്ധരായി മാറപ്പെടുവാൻ വേണ്ടി എന്റെ ദൈവം നിങ്ങളെയും എന്റെയും ശിക്ഷിക്കും. എന്നാൽ നിങ്ങളുടെയും എന്റെ ജീവിതത്തിനകത്ത് ഒരു വേദനയും വരുന്നില്ല എങ്കിൽ, ഒരു കട്ടപ്പാടും വരുന്നില്ല എങ്കിൽ, ക്രിസ്തീയ ജീവിതം വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നെങ്കിൽ, ഒരു കാര്യം ഓർത്തോണം, അവിടെ പറയുന്ന ഇപ്രകാരമാണ്: അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൗലുടയന്മാരെന്ന ഒരു പദമാണ് അവിടെ വായിക്കുന്നത്. യഥാർത്ഥ മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: അവർ മക്കളല്ല, അവർ ജാരസന്തതികളത്രേ. ഹല്ലേലൂയ. നിങ്ങൾ മക്കളാണെങ്കിൽ അവൻ നിങ്ങളെ ശിക്ഷിക്കും. സ്തോത്രം. എനിക്കും നിങ്ങൾക്കും അറിയാം എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ കുറവെന്താണെന്ന് വേറെ ആരും പറയാതെ എനിക്കും നിങ്ങൾക്കും നന്നായിട്ട് അറിയാം. തെറ്റുകൾ ചെയ്യപ്പെട്ടിട്ടും ഹല്ലേലൂയ സ്വന്തം ജീവിതത്തിനകത്ത് സ്വന്തം സാരമില്ലായതാക്കി ആ തെറ്റുകളെ താലോലിച്ച്, അയ്യോ അത് ബലഹീനതയാണെന്ന് പറഞ്ഞ്, അത് ബലഹീനതയാണ് എന്ന് പറഞ്ഞ് നാം അതിനെ താലോലിച്ച് അതിനെ സന്തോഷിക്കപ്പെടുമ്പോൾ, അപ്പൻ ശിക്ഷിച്ചില്ലല്ലോ, അപ്പൻ അത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ ദൈവം ശിക്ഷിക്കാതെ വിടുന്നുണ്ടെങ്കിൽ ഓർത്തോണം, വീണ്ടും ജന്മം പ്രാപിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ ശരിയായ ദൈവ പൈതലായിട്ടില്ല. നിങ്ങൾ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ വന്നിട്ടില്ല. നിങ്ങളുടെ അകത്ത്, ഹൃദയത്തിന്റെ അകത്ത് പരിച്ഛേദന നടക്കപ്പെട്ടിട്ടില്ല. നടന്നിരുന്നു എങ്കിൽ നിങ്ങൾക്ക് തെറ്റിനെ കുറിച്ച് ബോധ്യം വരുമായിരുന്നു. ഹല്ലേലൂയ. നിങ്ങളും ഞാനും ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും ബോധ്യം വരുമായിരുന്നു. എന്നാൽ ബോധം വരാതെ വണ്ണം നമ്മൾ സ്നാനപ്പെട്ടു എന്നും നമ്മൾ കർത്തൃമേശ അനുഭവിക്കുന്നു എന്നും പള്ളിയിൽ പോകുന്നു എന്നും ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടാണ് പോകുന്നെങ്കിൽ ഓർത്തോണം, അപകടത്തിലാണ്. ഈ പോക്ക് അപകടത്തിലാണ്. ഈ പോക്ക് നിങ്ങളുടെയും എന്റെ നിത്യതയ്ക്ക് തടസ്സമാണെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ വിരൽ ചൂണ്ടി നിങ്ങളോട് പ്രബോധിപ്പിക്കപ്പെടുന്നു. എന്നാൽ അപ്പൻ ശിക്ഷിക്കുന്ന മക്കളുണ്ടെങ്കിൽ, അപ്പൻ പരിച്ഛേദന ചെയ്യപ്പെടുന്ന, വേദനിപ്പിക്കുന്ന അപ്പൻ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന മക്കൾ ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ, പ്രാർത്ഥിക്കും തോറും എനിക്ക് വേദന കൂടുന്നു, പ്രാർത്ഥിക്കും തോറും ഉപവസിക്കും തോറും അല്ലെങ്കിൽ ചിലർ പറയുന്ന പ്രകാരം ഞാൻ കേട്ടിട്ടുണ്ട്, പ്രാർത്ഥന തുടങ്ങിയ ശേഷമാണ് പ്രശ്നങ്ങൾ ആരംഭിക്കപ്പെട്ടത്. സ്വതന്ത്രം വചനം വായിച്ചു തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കപ്പെട്ടത്. ശരിയായ നിലയിൽ ഒന്ന് പള്ളിയിൽ പോയി തുടങ്ങിയപ്പോഴാണ് എനിക്ക് പ്രശ്നങ്ങൾ ആരംഭിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ രാത്രി നിങ്ങൾ ശരിയായ റൂട്ട് പോകുന്നത്, നിങ്ങളുടെ വഴി തെറ്റിയിട്ടില്ല, നിങ്ങൾ ശരിയായ റൂട്ടിലാണ്. നിങ്ങളെ അവൻ മെരുക്കിയെടുക്കുവാൻ, നിങ്ങളെയും എന്നെയും അവൻ മെരുക്കിയെടുക്കുവാൻ അവന്റെ പുത്രന്റെ സ്വരൂപത്തിന് അനുരൂപരാക്കി മാറ്റുവാൻ ദൈവം നമ്മളെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ട്രെയിനിങ്ങിലാണ് ഞാനും നിങ്ങളുമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി പരിശുദ്ധാത്മാവ് വേദനയോടുകൂടെ ദൈവവചനം കേൾക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ദൂത് കൈമാറപ്പെടുന്നു. നിന്റെ വേദനയ്ക്ക് ഒരു പര്യവസാനം ഇല്ല എന്ന് നീ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവാത്മാവ് ഇന്ന് രാത്രി നിന്നോട് വ്യക്തമായി ഇടപെടുന്നു. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല വേണ്ടത്, നീ ഞാനും അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തിനാണ് ഉപവാസം? എന്തിനാണ് പ്രാർത്ഥന? നമ്മൾ ഇന്നത്തെ ഉപവാസങ്ങൾ മുഴുവനും കാണുന്ന കാര്യത്തിന് വേണ്ടിയിട്ട്, കാണുന്ന തരത്തില്
വിടുതലിന് വേണ്ടിയിട്ട് ആത്മതപനം ചെയ്യപ്പെടുമ്പോൾ ആന്തരിക മണ്ഡലത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരുണ്ടോ? നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഇന്ന ബലഹീനത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ ആത്മാവിൽ കൈമാറപ്പെടുന്നു. നിന്റെയും എന്റെ യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ശക്തിയാൽ വീണ്ടും ജനിക്കപ്പെട്ടവർക്ക് അവന്റെ ശക്തിയുടെ ആളാവറ്റ കൃപ അവൻ ആഴത്തിൽ പകർന്നുകൊണ്ടിരിക്കപ്പെടും. നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഇന്ന് രാത്രിയിൽ നീ ബലഹീനനാണ്, നീ ശക്തനല്ല. പക്ഷെ നീ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെയോ ബലം നിന്റെ അകത്തേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ എന്റെ ദൈവം തന്റെ ശക്തിയാൽ നിന്റെ ജീവിതത്തെ, എന്റെ ജീവിതത്തെ ശക്തീകരിക്കുകയാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവം ശിക്ഷിക്കാതെ വിടുന്നുണ്ട് എങ്കിൽ, ഹല്ലേലൂയ, ശിക്ഷിക്കാതെ വിടുന്നെങ്കിൽ ഓർത്തോണം എന്തോ അപകടം ജീവിതത്തിനകത്തുണ്ട്. സ്തോത്രം. ശരിയായ മാറ്റങ്ങൾ അകത്തളങ്ങളിൽ വന്നിട്ടില്ല. സ്തോത്രം. എന്തുകൊണ്ടാണ് ഈ ഹൃദയ പരിച്ഛേദന ചെയ്യും എന്ന് ദൈവം പറയാനുള്ള കാരണം? ബൈബിൾ പരിശോധിക്കപ്പെടുമ്പോൾ തന്റെ ജനത്തിന് ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്. സ്തോത്രം. ഇസ്രായേലിന് ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആത്മതപനമുണ്ട്, രട്ടിലും വെണ്ണീരിലും ഇരിക്കുന്നുണ്ട്. എന്നാൽ യോവേൽ അതിനെ നോക്കിക്കൊണ്ട്, അവരുടെ ഉപവാസത്തെ നോക്കിക്കൊണ്ട് യോവേൽ പ്രവാചകൻ പറയുകയാണ്, സ്തോത്രം, 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ 12-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, സ്തോത്രം, നിങ്ങൾ ഉപവസിക്കുന്നില്ലെന്നല്ല, പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കീറി എന്റെ അടുക്കലേക്ക് വരുവിൻ. ഹല്ലേലൂയ. എന്റെ ദൈവം പറയുകയാണ്, നിങ്ങളുടെ ഉപവാസം എന്ന് പറയപ്പെടുന്ന പുറമെയുള്ള എന്തെങ്കിലും ഭാഗ്യപ്രകടനങ്ങളല്ല. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കീറി എന്റെ അടുക്കലേക്ക് വരുവീൻ എന്ന് സ്വതന്ത്രം യോവേൽ പ്രവാചകൻ ആത്മാവിൽ വിളിച്ചു പറയപ്പെടുന്നു. കാരണം അവർ ഉപവസിക്കുന്നതിന് കാരണമുണ്ട്. 1-ാം അധ്യായം പറയുന്ന ഇപ്രകാരമാണ്, അവർ അധ്വാനിച്ചിട്ട് അധ്വാനം അവർക്കില്ല. സ്വതന്ത്രം. അവിടെ കൃഷിത്തോട്ടത്തിൽ തുള്ളൻ വന്ന് വെട്ടിക്കൊണ്ടുപോകുന്നു, വെട്ടിക്കിളി വന്ന് വെട്ടിക്കൊണ്ടുപോകുന്നു, പച്ചപ്പുഴു വന്ന് തിന്നുകളയുന്നു. അവർക്ക് കട്ടപ്പെടുന്നതിനകത്ത് യാതൊരു കുഴപ്പവുമില്ല. അവർ കട്ടപ്പെടുന്നുണ്ട്, അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും ശേഖരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുക്കപ്പെട്ടപ്പോൾ അവരോട് തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ പുറമെ മാറ്റിവെച്ചത് കൊണ്ട്, പുറത്തിൽ മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കീറി എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ സ്വതന്ത്രം അനുഗ്രഹിച്ച് ആശീർവദിക്കാം. ഈ ആണ്ട് നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറപ്പെടും. അവിടെ പറഞ്ഞ പ്രകാരമാണ്, ഈ ആണ്ട് നിങ്ങൾക്ക് പടുവിത്ത് വിളയപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രകാരം വിളിച്ചു പറയപ്പെടും. സ്വതന്ത്ര ഹൃദയം കീറി അടുത്തു വരപ്പെട്ടവനോട് പറയുകയാണ്, ഈ ആണ്ട് നിങ്ങൾക്ക് പടുവിത്ത് വിളയപ്പെടും. എന്താണ് പടുവിത്ത്? കേട്ടിട്ടുണ്ടോ? പടുവിത്ത് എന്ന പ്രയോഗം കേട്ടിട്ടുണ്ടോ? എന്താണ് പടുവിത്ത്? സ്വതന്ത്രം. പടുവിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രം, വിത്ത് മണ്ണിന്റെ അടിയിൽ കട്ടകൾക്കിടയിൽ കിടക്കുകയാണ്. എന്നാൽ അത് സ്തോത്രം, ഹല്ലേലൂയ, വളർച്ചയുമില്ല. സ്തോത്രം. എന്നാൽ അത് മണ്ണിനകത്ത് കിടക്കുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ അതിന് വളർച്ചയുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കട്ടകൾക്കിടയിൽ വിത്താകപ്പെട്ടു. എന്റെ തമ്പുരാൻ പറഞ്ഞു, ഇനി ഒരിക്കലും കിളിർക്കില്ല എന്നും, ഇനി ഒരിക്കലും അത് നാമ്പ് പൊട്ടി പുറത്തു വരില്ല എന്നും പറയപ്പെട്ട ചില വിഷയമുണ്ടല്ലോ. നിന്റെ ഹൃദയത്തെ കീറി നീ അടുത്തു വരാൻ തയ്യാറായാൽ ഇനി ഒരിക്കലും കിളിർക്കില്ലെന്ന് നീ പോലും വിധി എഴുതപ്പെട്ട വിഷയങ്ങൾ എന്റെ ദൈവം കിളിർപ്പിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന്. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 18-ാമത്തെ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഈ ജനത്തോട് പറയുന്നു, നിങ്ങൾ കണ്ണുനീരോടുകൂടെ ഇരുന്നിട്ട് ഹല്ലേലൂയ ഒരു മാറ്റം
ജീവിതത്തിനകത്ത് വരാതെ ഇന്ന് രാത്രി ഭാരപ്പെടുന്നെങ്കിൽ, പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് മറുപടി ഇല്ലാതെ വണ്ണം ഇന്ന് രാത്രി ഭാരപ്പെടുന്നെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾ എന്നോടും നിങ്ങളോടും പറയപ്പെടുന്നു, ഹൃദയത്തോട്ടൊന്ന് നോക്കി, നിങ്ങളുടെ ഹൃദയത്തിലോട്ടൊന്ന് നോക്കി, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ എപ്രകാരമായിരിക്കുന്നു എന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞിട്ട്, അകത്തെ ആന്തരിക മനുഷ്യനിൽ മാറ്റമില്ല എങ്കിൽ ഇന്ന് രാത്രി മാറ്റം വരാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം, മനസ്സ് കീറി, ഹൃദയം കീറി ദൈവത്തോട് അടുത്തു വരാൻ തയ്യാറുണ്ടെങ്കിൽ, എന്റെ തമ്പുരാൻ പറയുന്ന ഇപ്രകാരമാണ്, ഈ ആണ്ട് ഞാൻ പടുവിത്തുകളെ വിളയിപ്പിക്കുന്ന ദൈവമാണ്. ഞാൻ വേഗത്തിൽ വരട്ടെ, എന്റെ വലിയ ദൂതിലേക്ക് ഞാൻ വേഗത്തിൽ വരട്ടെ. അപ്പോൾ ദൈവം മാനസാന്തരപ്പെടാൻ പ്രവാചകന്മാരിൽ കൂടിയും, സ്തോത്രം, ദൈവം ആലോചന കൈമാറിയിട്ടും ദൈവജനത്തിന്റെ അകത്തളങ്ങളിൽ, സ്തോത്രം, അവർ കേൾക്കുന്നത് അനുഗ്രഹത്തിന്റെ ദൂതാണ്. ഇന്ന് നമുക്കുള്ള കുഴപ്പം ഇതാണ്, നമുക്കുള്ള കുഴപ്പം, സ്തോത്രം, ഇന്ന് നമ്മൾ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ചർച്ചിലൊക്കെ ഉപവാസ പ്രാർത്ഥനയാണെങ്കിൽ നമ്മൾ ചോദിക്കാറ് പ്രകാരമാണ്, ഇന്ന് ഏത് പ്രവാചകനാണ് പാസ്റ്റേ നിങ്ങൾ വിളിച്ചിട്ടുള്ളത്? സ്തോത്രം, ഏത് പ്രവാചകനാ വരുന്നത്? സ്തോത്രം. അപ്പൊ പറയുന്നു, സ്തോത്രം, ഇന്ന് പ്രവാചകനില്ല, ഞാൻ തന്നെയാണ് പ്രസംഗിക്കുന്നത് പാസ്റ്റേ, ഇന്ന് ചില ബുദ്ധിമുട്ടുണ്ട് വരാൻ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ, സ്തോത്രം, ഒഴിവഴി പറഞ്ഞ് നമ്മൾ മാറും. സ്തോത്രം. ഇനി നമ്മൾ പാസ്റ്റ് പറയാണ്, ഇന്ന് വരുന്നത് ഒരു പ്രവാചകനാണ്, ഇന്നടുത്ത് നിന്ന് വരികയാണ് എന്ന് പറഞ്ഞാലോ, നിങ്ങൾ അന്ന് മുമ്പിൽ വരും, മുമ്പിൽ വന്നിരിക്കും. എന്തിനെന്നറിയാമോ? ദൂത് കേൾക്കാൻ, സ്തോത്രം, ആലോചന കേൾക്കാൻ. സ്തോത്രം. എന്നാൽ ഞാൻ പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം, എന്റെ ബാല്യകാലത്തിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഏതെങ്കിലും ഒരു പ്രവാചകൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അന്ന് പള്ളിയിൽ ആളുണ്ടാവൂല. ഹല്ലേലൂയ. അന്ന് പ്രാർത്ഥനയ്ക്കിരിക്കാൻ ആൾക്കാർ വരത്തില്ല. കാരണം എന്താ? അന്നത്തെ പ്രവാചകൻ അനുഗ്രഹത്തിന്റെ ദൂതല്ല കൈമാറുന്നത്, എന്റെ നിങ്ങളുടെ പാപത്തെ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഷുഡാരാമാന ശന്തൽ പ്രൗഢമന ഘടകസി അർത്ഥൽക്കടമന ഘടകസി. ഹല്ലേലൂയ. പാപത്തെ ബോധ്യപ്പെടുത്തി തരും. നീ ശരിയല്ല, മാനസാന്തരപ്പെട്ട് നീ കൃപയിലേക്ക് മടങ്ങി വരണമെന്ന് ദൈവാത്മാവ് തന്റെ ജനത്തിന്റെ നടുവിൽ വെച്ച് ആലോചന പറഞ്ഞ് മടക്കി കൊണ്ടുവരുന്ന കാഴ്ച ഞാൻ കണ്ടു വളർന്നതാണ്. എന്നാൽ ഇന്നത് മാറി. പ്രവാചകനുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് ഇവിടെ ഈ ഇത്രയും ഡിവൈസുകളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഒരു പ്രവാചകനാണെന്ന് ആന്റി ഒരു അറിയിപ്പ് കൊടുത്തിരുന്നെങ്കിൽ, ഞാൻ ഒത്തിരി സൂം മീറ്റിംഗിൽ പ്രസംഗിക്കുന്ന ആളാണ്, ഈ ഡിവൈസുകൾ മുഴുവനും തുറക്കപ്പെടും. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും മുഖം കാണിച്ചേ ദൈവവചനം കേൾക്കാൻ വേണ്ടിയിരിക്കൂ. സ്തോത്രം. കാരണം എന്നോട് സംസാരിക്കണമേ. ഇന്ന് രാത്രി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയും, ഞാന് ഒത്തിരി പേരോട് ആലോചന പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് നിയോഗിച്ചാൽ ഞാൻ ആലോചന പറയും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, പാപത്തെ വെളിപ്പെടുത്തി തരാത്ത ഒരു ശുശ്രൂഷയാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ അപകടത്തിലാണ്. എന്റെയും നിങ്ങളുടെ തെറ്റിനെ ബോധ്യപ്പെടുത്തി തരാത്ത, എന്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന, അകത്ത് ഒളിച്ചിരിക്കുന്ന പ്രാകൃതനെ വെളിപ്പെടുത്തി തരാത്ത ഒരു ശുശ്രൂഷയാണെങ്കിൽ പരാജയമാണെന്ന് ഞാൻ ആത്മാർത്ഥതയോടുകൂടെ ഈ 18ാമത്തെ ദിവസം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ആലോചന പറയുന്നു. 17 ദിവസങ്ങൾ നിങ്ങൾ കേട്ട ആലോചനകൾ എത്ര വിലപ്പെട്ട ദൂതായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഈ 17 ദിവസമായിട്ടും നിങ്ങളുടെ ആന്തരിക മണ്ഡലത്തെ, നിങ്ങളുടെ അകത്തെ മനുഷ്യനില് യാതൊരു തരത്തിലെ കുറവുകളും വെളിപ്പെട്ടു വന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുവരെ കേട്ടത് വെറും നിങ്ങളുടെ പുറം മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ദൂതുകൾ മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ ആന്തരിക മണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നില്ല എങ്കിൽ, നിങ്ങളെ ശിക്ഷിക്കുന്നില്ല എങ്കിൽ, നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, എവിടെയോ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു എന്ന് ഞാൻ ആത്മാർത്ഥതയോടുകൂടെ എന്റെ പ്രിയപ്പെട്ടവരോട് ആലോചന ഞാൻ കൈമാറുകയാണ്. ഈ രാത്രി ഞാൻ പറഞ്ഞു വരുന്ന ദൂതിലേക്ക് വരട്ടെ. എന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വെളിപ്പാടിലേക്ക് ഞാൻ ഓടിക്കയറട്ടെ. ഇന്ന് രാത്രിയിൽ എന്റെ ജീവിതത്തിൽ
ഒരു വലിയ മാറ്റം, അകത്തും പുറത്തും വലിയ മാറ്റങ്ങൾ ഇന്ന് രാത്രി ആത്മാവ് തൊടപ്പെടട്ടെ. സ്തോത്രം. മറഞ്ഞിരിക്കുന്ന പാപത്തെ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ ബോധ്യപ്പെടുത്തി എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ ആത്മാവിൽ ഒരു ഞരക്കം ഈ രാത്രി ഉണ്ടാകട്ടെ. സ്തോത്രം. ഈ രാത്രി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയും, സ്തോത്രം ചെയ്യാം. അപ്പോൾ അകത്തും മാറ്റം എന്തിനാണ് ദൈവം ആഗ്രഹിക്കുന്നത്? പുറത്തും അകത്തും ഒരുപോലെ മാറ്റം വരണം. ആ മാറ്റം എന്തിനു വേണ്ടി? ബൈബിൾ പറയപ്പെടുന്നു, എന്നെയും നിങ്ങളെയും തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കാൻ. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുക. ബൈബിൾ നമുക്ക് തരുന്ന ശുശ്രൂഷ, ബൈബിൾ നമുക്ക് തരുന്ന വെളിപ്പാട്. ഞാൻ വേഗത്തിൽ വരട്ടെ. സ്തോത്രം. റോമാലേഖനം മുഴുവനായി നാം പഠിക്കപ്പെടുമ്പോൾ ഈ വെളിപ്പാടാണ് ആഴത്തിൽ പരിശുദ്ധാത്മാവ് കൈമാറി തരുന്ന. സ്തോത്രം. 8-ാം അധ്യായം അതിന്റെ 28, 29, 30 വേദവാക്യം പെട്ടെന്ന് വായിച്ചോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. റോമാലേഖനം 8:28 മുതൽ പെട്ടെന്ന് വായിച്ചോ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ഇവിടെ വായിച്ച വേദവാക്യം വളരെ സത്യമാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മൾ ഈ വാക്യം പലപ്പോഴും തെറ്റിച്ചൊക്കെയാണ് പ്രസംഗിക്കാറുള്ളത്. എന്നാൽ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. സ്തോത്രം, സ്തോത്രം. ഇതൊരു സമയബന്ധിതമായ ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് സ്തോത്രം. അവിടെ വായിച്ചു വരുമ്പോൾ പറഞ്ഞപ്രകാരമാണ്, ഞാനും നിങ്ങളും തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും സ്വർഗീയ പിതാവിന്റെ മക്കളായി വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ ഞാനും നിങ്ങളും മക്കളായി തീർന്നെങ്കിൽ മാത്രമേ നമ്മളെ ആ വീട്ടിൽ കയറ്റൂ. ഹല്ലേലൂയ. ഒരു ചെറിയ കഥ പറഞ്ഞ് ഞാന് ആ ഭാഗത്തേക്ക് ഒന്ന് കയറി വരാം. ഒരിക്കലും ഒരു മനുഷ്യൻ, സ്തോത്രം, ഹല്ലേലൂയ, താൻ റോഡിലേക്ക് കടന്നു പോകുമ്പോൾ, മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഒരു മനുഷ്യൻ 2 തത്തകളെ വിൽക്കുകയാണ്. 2 തത്തകൾ. സ്തോത്രം. 2 തത്തകൾ, ഒരേ നിറത്തിലുള്ള 2 തത്തകൾ. ആ 2 തത്തകൾ സ്തോത്രം വിൽക്കാൻ വെച്ചിരിക്കുന്നു. അതിൽ ഒരു തത്തയ്ക്ക് 500 രൂപയും ഒരു തത്തയ്ക്ക് 2 രൂപയും. സ്തോത്രം. ഞാനും നിങ്ങളും സ്തോത്രം ഏത് തത്ത വാങ്ങും? സ്തോത്രം. 2 രൂപയുടെ തത്തയെ വാങ്ങാൻ സാധ്യതയുള്ളൂ. കാരണം രണ്ടും ഒരുപോലെയാണ്. സ്തോത്രം. ഒരേ നിറം, ഒരേ വലിപ്പം, ഒരേ കാലുകൾ. സ്തോത്രം. എല്ലാം ഒരുപോലെ. സ്തോത്രം. എന്നാൽ സ്തോത്രം ഒന്നിന് 500 രൂപയും ഒന്നിന് 2 രൂപയും. സ്തോത്രം. നമ്മളെ പോലെ സ്തോത്രം ഉള്ള മനുഷ്യനായതുകൊണ്ട് ആ മനുഷ്യനും 2 രൂപയുടെ തത്തയും വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോയി. സ്തോത്രം. വൈകുന്നേരമായപ്പോൾ തത്ത സ്തോത്രം തല്ലി തെറി വിളിക്കാൻ തുടങ്ങി. വൈകുന്നേരമായപ്പോൾ തത്ത ഭയങ്കര തെറിവിളി. സ്തോത്രം. തല്ല് ഭയങ്കര തെറിവിളി. സ്തോത്രം. ഇത് കേട്ടോണ്ടിരുന്ന ഈ മനുഷ്യൻ സ്തോത്രം, ഇതെവിടെ നിന്നാണ് ഇത്രയും വലിയ കേൾക്കാത്ത ഭാഷകൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കേൾക്കുന്നു? ഓടി വന്ന് നോക്കുമ്പോൾ ഈ തത്തയാണ്. സ്തോത്രം. ഈ മനുഷ്യൻ ഈ തത്തയെ എടുത്തുകൊണ്ട് നേരെ ആ ജംഗ്ഷനിലേക്ക് പോയി. താങ്കൾ എന്ത് പണിയാ കാണിക്കപ്പെട്ടത്? ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെയ്ക്ക് ആരും ഇങ്ങനെ തെറി വിളിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇത്രയും വൃത്തികെട്ട അല്ലെങ്കിൽ തത്തയാണോ നിങ്ങൾ എനിക്ക് തരപ്പെട്ടത്? അപ്പോൾ സ്വർഗീയം ആ മനുഷ്യൻ പറഞ്ഞതാണ്, നിങ്ങൾ വാങ്ങിച്ചപ്പോഴോ ഞാൻ പറഞ്ഞതാണ് 500 രൂപ തത്ത ഉണ്ടായിരുന്നു. 2 രൂപ തത്ത വാങ്ങിക്കൊണ്ട് പോയത് എന്റെ കുഴപ്പമല്ല. 500 തത്ത വാങ്ങിക്കൊണ്ട് പോയെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാകില്ലായിരുന്നു. ഈ തത്ത സ്തോത്രം ഞാൻ അത്രയും വില കുറച്ച് കൊടുക്കുവാനുള്ള കാരണം സ്തോത്രം, ഈ തത്ത വളർന്നത് സ്തോത്രം മദ്യഷാപ്പിലാണ്.
കള്ള് ഷാപ്പിലാണ് ഈ തത്ത വളർന്നത്. ശ്രദ്ധിക്കാം. അതുകൊണ്ട് അത് കേട്ടത് മുഴുവനും അത് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും തരം താഴ്ന്ന ഒരു തത്തയായതുകൊണ്ടാണ് ഞാൻ 2 രൂപയ്ക്ക് ഈ തത്തയെ ഞങ്ങൾ നിങ്ങൾക്ക് തന്നതാ. സ്വതന്ത്രം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം, സ്വർഗത്തിലെ കുടുംബത്തിൽ സ്വർഗത്തിലെ അപ്പന്റെ മകനോട് സ്വരൂപപ്പെട്ട അവന്റെ വീട്ടിലേക്ക് പോകാൻ വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും, ഹല്ലേലൂയ, എന്റെയും നിങ്ങളുടെയും ഇതേ സ്വഭാവത്തോടുകൂടെ അവന്റെ വീട്ടിൽ കയറിയാൽ ഒരു ദേഷ്യം വരുമ്പോൾ പാത്രം നിലത്തടിക്കുന്നവർ, ദേഷ്യം വരുമ്പോൾ സ്വത്രം വസ്ത്രം വലിച്ചു കീറുന്നവർ ആ അപ്പന്റെ വീട്ടിൽ പോയി ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? ഓ ഷാമാനഘടകസി അർത്ഥൽക്കടയ മനയ ശമ്പൽ പ്രവട മനഘടകതി. അതുകൊണ്ടാണ് പുസ്തകം പറഞ്ഞത്, തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാത്ത ഒരുത്തനെയും ആ വീട്ടിൽ കേട്ടതില്ല. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും മകനാകാനുള്ള അധികാരം കിട്ടിയതേ ഉള്ളൂ, മകനാകാനുള്ള അധികാരം കിട്ടിയതേ ഉള്ളൂ. മകനായി തീർന്നിട്ടില്ല. ഞാനും നിങ്ങളും മകനായി തീർന്നെങ്കിൽ മാത്രമേ ആ വീട്ടിൽ കയറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അത്രയും ഗൗരവമുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന സന്ദേശത്തിന് അത്രയും ഗൗരവമുണ്ട്. അകത്ത് ആന്തരിക മാറ്റമില്ലാത്ത ഒരുത്തനെയും ആ വീട്ടിൽ കയറ്റത്തില്ല. ഈ ഭൂമിയിലെ മനുഷ്യരായ നമ്മൾ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഇത്രയും ചിട്ടയോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗത്തില് വിശുദ്ധനായ ദൈവം എന്നെയും നിങ്ങളെയും ആ വിശുദ്ധിയുടെ വീട്ടിൽ കയറ്റുമ്പോൾ ആ ശുദ്ധിയുടെ ഒരു കണിക പോലും, ഹല്ലേലൂയ, ആ ശുദ്ധിയുടെ ഒരു കണിക പോലും എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ ആ വീട്ടിന്റെ പരിസരത്ത് കയറ്റില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയപ്പെടുന്നത് അനുദിനം കൈപ്പേറിയതാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന ധൈര്യപ്പെടുവിൻ, ലോകത്തെ ജയിച്ച ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതിന് ദൈവം തരുന്ന ട്രെയിനിങ്ങിന്റെ പീരീഡാണ് ഈ ബാലശിക്ഷ എന്ന് പറയുന്നത്. ആ ബാലശിക്ഷ എന്നത് എന്നെ നിങ്ങളെയും അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കാനുള്ള പ്രക്രിയയാണെന്ന് ബൈബിൾ നമ്മോട് വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ഗൗരവമേറിയ ഭാഗത്തേക്ക് വരാം. സ്തോത്രം. അതുകൊണ്ട് ഹൃദയ പരിച്ഛേദന ഒരു ദൈവ പൈതലിന് അനിവാര്യമാണ്. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് മാറ്റം വരാത്ത ഒരാളെയും തന്റെ വീട്ടിൽ പ്രവേശിക്കാത്തത് കൊണ്ട് ഹൃദയ പരിച്ഛേദന അനിവാര്യമാണ്. അതുകൊണ്ട് തമ്പുരാൻ പറയുന്നു, നീ തന്നെ ചെയ്താൽ കൊള്ളാം, നീ തന്നെ മടങ്ങി വന്നാൽ, അയ്യോ കർത്താവേ തെറ്റിപ്പോയി, എന്നോട് നീ ക്ഷമിക്കണം, ഞാൻ നിന്റെ പൈതലായി ശരിയായി ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് അനുതാപത്തോടെ മടങ്ങി വന്നാൽ എന്റെ ദൈവം നിന്റെ അവന്റെ പുത്രന്റെ സ്വരൂപത്തിന്റെ കൃപയെ പകർന്നു തരും. ഹല്ലേലൂയ. എന്നാൽ നീയും ഞാനും മടങ്ങി വരാൻ തയ്യാറായില്ല എങ്കിൽ, ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകം അതിനെക്കുറിച്ച് പറഞ്ഞ പ്രകാരമാണ്. വെളിപ്പാട് 2:17 വാക്യമാണെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് പറയപ്പെട്ടത്, സോദരൻ, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തു, സമയം കൊടുത്തു. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു. എന്നാൽ അവൾ മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ അവളെ കിടപ്പിലാക്കി. ഹല്ലേലൂയ. ഞാൻ അവളെ കട്ടതയിലാക്കി, ഞാൻ അവളെ വേദനയിലാക്കി. ഇന്ന് രാത്രി ഞാൻ പ്രകാരം പറയും, എനിക്കും നിങ്ങൾക്കും ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാനും നിങ്ങളും അവന്റെ വിശുദ്ധി പ്രാപിച്ച അതിലേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, മടങ്ങി വന്നില്ല എങ്കിൽ എന്റെ ദൈവം എന്നെ നിങ്ങളെയും കിടപ്പിലാക്കും.
എന്റെ ദൈവം എന്നെ നിങ്ങളെയും ശോധനയിൽ കൂടി കടത്തിവിടും. എന്റെ പ്രിയപ്പെട്ടവരോട് പറയും സ്തോത്രം, ഞാൻ ആത്മാർത്ഥതയോടുകൂടെ പറയും സ്തോത്രം, അല്ലെങ്കിൽ എന്റെ ദൈവത്തിന് അറിയാം നിന്റെ എവിടെ തൊട്ടാൽ ഹല്ലേലൂയ നീ കരയുമെന്ന് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ സ്തോത്രം. നീ ശരിയായ നിലയിൽ കരയുവാൻ നിനക്ക് മനസ്സില്ല എങ്കിൽ നിന്റെ എവിടെ തൊട്ടാൽ നീ കരയുമെന്ന് എന്റെ ദൈവത്തിന് അറിയാം. തമ്പുരാൻ പറയുകയാണ്, ഞാൻ നിന്നെയും നിന്റെ സന്തതിയുടെ ഹൃദയത്തെ കീറും. ഹല്ലേലൂയ. അതിന് എവിടെ തൊടണമെന്ന് എനിക്കറിയാം. അതിന് എന്തിനെന്ന് ചോദിച്ചാൽ, നീ ജീവിച്ചിരിക്കണം. 2, നീ എന്നെ സ്നേഹിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ എന്നെ സ്നേഹിക്കണം, നീ ജീവിച്ചിരിക്കണം. ഈ 2 ഉദ്ദേശത്തോടുകൂടി എന്റെ തമ്പുരാൻ പറയുകയാണ്. കാരണം ഞാൻ നിനക്ക് വില തന്നത് എന്റെ പുത്രന്റെ അവസാനത്തുള്ളി രക്തം വരെയാ. ഹല്ലേലൂയ. എന്റെ പുത്രന്റെ അവസാനത്തുള്ളി രക്തം വരെ അവനെ ഞാൻ ക്രൂശിലാക്കി, ക്രൂശിൽ വിട്ടുകൊടുത്തിട്ട് അവന്റെ കരച്ചിൽ പോലും കേൾക്കാതെ, ഹല്ലേലൂയ, അവന്റെ നിലവിളി പോലും കേൾക്കാതെ, അവന്റെ വേദന പോലും ഞാൻ കൈക്കൊള്ളാതെ നിന്നെ ഓർത്തിട്ട് നിന്റെ മാനസാന്തരത്തിനും നിന്റെ വീണ്ടെടുപ്പിനും വേണ്ടിയിട്ട് എന്റെ പുത്രനെ തകർത്ത് ഞാൻ നിന്നെ വീണ്ടെടുത്തെങ്കിൽ നിന്നെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിന്നിലുള്ള കറയെ മാറ്റുവാൻ, നിന്നിലുള്ള ചുളുക്കത്തെ മാറ്റുവാൻ, നിന്നിലുള്ള പ്രാകൃത സ്വഭാവത്തെ മാറ്റുവാൻ ഹല്ലേലൂയ എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന് ബൈബിൾ നമ്മോട് ശക്തമായി ഇടപെടുന്നു. ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയും, നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം പോരാട്ടമല്ല. എല്ലാ പ്രശ്നങ്ങളും സ്തോത്രം പൈശാചിക മേഖലയിൽ നിന്ന് വരുന്നതല്ല, ഹല്ലേലൂയ ദൈവം വരുത്തുന്നതാണെന്നതുകൂടി തിരിച്ചറിയണമെന്ന് ഞാൻ ആത്മാർത്ഥതയോടുകൂടെ ഞാൻ നിങ്ങളോട് കൈമാറുന്നു. ഹല്ലേലൂയ. നമുക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? ഇത് ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിന് ചിലത് എന്നിലും നിങ്ങളും ചെയ്യാൻ പറ്റൂ. പ്രവാചകനായ യിരെമ്യാവ് പ്രവാചകന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 33-ാമത്തെ വേദവാക്യം നാം പഠിക്കുമ്പോൾ എന്റെ തമ്പുരാൻ പറഞ്ഞ ഇപ്രകാരമാണ്. സ്തോത്രം. ഒന്ന് വേണമെങ്കിൽ വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. യിരെമ്യാവ് 31-33. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 25-ാമത്തെ വാക്യം കൂടി. യെഹെസ്കേൽ പ്രവചനം 36:25. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്നു നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർ മതി. താങ്ക് യു. അവിടെ വായിച്ച വേദവാക്യം വളരെ ശ്രദ്ധേയമാണ്. സ്തോത്രം. തമ്പുരാൻ പറയുകയാണ്, ഞാൻ ഈ കാലം കഴിഞ്ഞ ശേഷം ഒരു സമയം ഇസ്രായേലിനോട് പറയുകയാണ്. അത് ന്യായപ്രമാണ കാലത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ദൂതിനോട് ഈ രാത്രി കണക്ട് ചെയ്ത് ഞാൻ പറയപ്പെടുന്നു. നമുക്കൊരു കാലം, നമുക്കൊരു സമയം ദൈവം തന്നിട്ടുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ, ഞാൻ അവരുടെ കല്ലായ ഹൃദയം മാറ്റും. കാരണം മാനസാന്തരപ്പെടാനുള്ള മനസ്സില്ലാതെ വന്നത് ഹൃദയം കഠിനപ്പെട്ടത് കൊണ്ടാണ്. സ്വതന്ത്രം. ഹൃദയം കല്ലായി മാറപ്പെട്ടു. ഇപ്പോൾ കരയാൻ പറ്റുന്നില്ല. ഒന്ന് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ കരയാൻ പറ്റുന്നില്ല. ഒരു തെറ്റ് ചെയ്താൽ മടങ്ങി വന്ന് കരയാനുള്ളൊരു മനസ്സില്ല. ഹല്ലേലൂയ. ഹൃദയം കഠിനപ്പെട്ടു. സ്തോത്രം. ഇന്ന് ഏറ്റവും കൂടുതൽ സ്തോത്രം തെറ്റുകൾ, പാപം
സ്തോത്രം വളരെ ലാവകത്തോടുകൂടെ ചെയ്യുന്ന ആരെന്നറിയാമോ? ദൈവമക്കളാണ്. കാരണം ദൈവം നമ്മുടെ പോക്കറ്റിലാണെന്നുള്ള ചിന്ത. സ്തോത്രം ഇത്രയും തെറ്റ് ചെയ്തിട്ട് എന്റെ ദൈവം എന്നോട് പ്രതികരിക്കുന്നില്ലല്ലോ. സ്തോത്രം ഞാൻ അവർ ആ തെറ്റ് ചെയ്തിട്ട് അവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അതാണ് ഞാനും നിങ്ങളും നോക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഇപ്രകാരം വിളിച്ചു പറയും, അവർ തെറ്റ് ചെയ്തിട്ടും നിങ്ങൾക്കറിയാം അവർ തെറ്റുകാരാണെന്ന്. നിങ്ങൾക്കറിയാം അവർ പാപം ചെയ്തു. പക്ഷെ അവർ കൃപാവരങ്ങളിൽ ജ്വലിപ്പിക്കുന്നു. അയ്യോ, അവർക്ക് കൃപാവരങ്ങൾക്ക് ഒരു കുറവുമില്ലല്ലോ. അവർ ശക്തമായി ശുശ്രൂഷിക്കുന്നല്ലോ. പക്ഷെ വലിയ വലിയ പാവപ്രവർത്തികളാണ് അവർ ചെയ്യുന്നത്. നമ്മൾ അവരെ നോക്കി വിലയിരുത്തുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയും, അവർ തെറ്റ് ചെയ്തിട്ടും ദൈവം അവരെ നീട്ടിവിടുന്നെങ്കിൽ ഓർത്തോണം, അവർ കവലയിടയന്മാരാണ്, അവർ ചാരസന്തതികളാണ്, അവർ പുത്രന്മാരല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഒരു ചെറിയ തെറ്റ് ചെയ്യപ്പെടുമ്പോഴും നിന്റെ മനസ്സ് നൊമ്പരപ്പെടുന്നെങ്കിൽ, ഹൃദയം നീറുന്നെങ്കിൽ, അയ്യോ കർത്താവേ തെറ്റിപ്പോയെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി മടങ്ങി വരാനുള്ള അവസരമാണ് എന്നത് ഞാൻ ആത്മാർത്ഥതയോടുകൂടെ നിങ്ങളോട് കൈമാറട്ടെ. സ്വതം വേഗത്തിൽ വരട്ടെ. യെഹെസ്കേൽ പറയുന്ന പ്രകാരമാണ്, ഞാൻ ഈ കാലത്ത് കഴിഞ്ഞ ശേഷം ഞാൻ എന്റെ ജനത്തിന്റെ മേൽ നിർമ്മജല ജലം തളിക്കും. എന്നിട്ട് ഞാൻ അവരുടെ ഹൃദയത്തിൽ നിന്ന് വിഗ്രഹങ്ങളെ നീക്കും. ഹല്ലേലൂയ. എന്നിട്ട് തമ്പുരാൻ പറയുകയാണ്, ഞാൻ അവരുടെ കല്ലായ ഹൃദയം മാറ്റും. എന്നിട്ട് സ്വതന്ത്രം ഞാൻ മാംസളമായ ഒരു ഹൃദയം അവർക്ക് കൊടുക്കും. എന്നിട്ട് എന്റെ ആത്മാവിനെ ഞാൻ അവിടെ ഉള്ളിലാക്കും. എന്നിട്ടോ എന്റെ ന്യായപ്രമാണം ഇനി അവിടെ കയ്യിലല്ല, അവിടെ ഉള്ളിലാക്കി കൊടുക്കും. ഇനി ആരും അവരോട് പറയണ്ട, നീ തെറ്റാണ് ചെയ്യുന്നത്, നീ ശരി ചെയ്യണമെന്ന് ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. കാരണം അകത്തിരിക്കുന്ന ആത്മാവ് തന്നെ അവരെ ഉപദേശിച്ച് നടത്തും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഉടാരാമ ശന്തൻ പ്രൗഢമന ഘടകസി അർത്ഥൽ പ്രൗഢമന ഘടകസി അർത്ഥനാദികൾ പ്രൗഢമന ഘടകസി. ഹല്ലേലൂയ. അവിടെ പറഞ്ഞ വാക്യം കേട്ടോ, ഞാൻ നിർമ്മജല ജലം തളിച്ച്, ഹല്ലേലൂയ, ഞാൻ അവരെ ശുദ്ധീകരിച്ച് അവിടെ അകത്തിരിക്കുന്ന ഹല്ലേലൂയ വിഗ്രഹത്തെ എടുത്തു മാറ്റും. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമുക്ക് വിഗ്രഹത്തെ അറിയാം അല്ലേ? വിഗ്രഹം എന്താണ്? വിഗ്രഹം എന്നറിയാം. സ്തോത്രം. നമ്മൾ കണ്ടിട്ടുള്ള വിഗ്രഹങ്ങളെല്ലാം പുറത്തിരിക്കുന്നതാണ്. പുറത്തിരിക്കുന്ന വിഗ്രഹങ്ങളെ കണ്ടിട്ടുള്ളത്. സ്തോത്രം. ഇസ്രായേലും കണ്ടിരിക്കുന്നത് പുറത്തിരിക്കുന്ന വിഗ്രഹങ്ങളാണ്. അവയ്ക്ക് കണ്ണുണ്ട്, കാണുന്നില്ല, ചെവിയുണ്ട്, കേൾക്കുന്നില്ല, വായുണ്ട്, സംസാരിക്കുന്നില്ല. ഇതിനെയാണ് നമ്മൾ വിഗ്രഹം എന്ന് വിളിക്കുന്നത്. അത് പുറത്തിരിക്കുന്നതാണ്. എന്നാൽ തമ്പുരാൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ പുറത്തിരിക്കുന്ന വിഗ്രഹം മാറ്റുമെന്നല്ല, പുറത്തൊരു മാറ്റം വരുത്തുമെന്നല്ല പറയുന്നത്, നിങ്ങളുടെ അകത്തിരിക്കുന്ന വിഗ്രഹത്തെ. ഹല്ലേലൂയ. അകത്തിരിക്കുന്ന വിഗ്രഹത്തെ. എന്താണ് അകത്തിരിക്കുന്ന വിഗ്രഹം? എന്താണ് അകത്തിരിക്കുന്ന വിഗ്രഹം? നിങ്ങളുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന വിഗ്രഹം ഏതാണ്? സ്വത്രം. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിനകത്ത് വിഗ്രഹമുണ്ടോ? സ്വത്രം. എന്റെയും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിഗ്രഹമുണ്ടോ? സ്വത്രം. ആ വിഗ്രഹം ഏതാണ്? ഹല്ലേലൂയ. സ്തോത്ര 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 സ്തോത്രം. ആ വിഗ്രഹം ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ അകത്തിരിക്കുന്ന ഏറ്റവും വലിയ വിഗ്രഹം ഞാൻ തന്നെയാണ്. സ്തോത്രം. എന്റെ അകത്തിരിക്കുന്ന വിഗ്രഹം അതായതുകൊണ്ടാണ് സ്തോത്രം 2-3 ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് എന്റെ അകത്തുണ്ടോ. പ്രിയമുള്ളവരെ, സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയാം സ്തോത്രം. ഞാനൊരു പാസ്റ്ററാണ്. സ്തോത്രം. സ്തോത്രം. എന്നെ വിളിച്ച ആ മീറ്റിംഗ് വിളിച്ച അല്ലെ ആന്റി സ്തോത്രം എന്നോട് വഴക്കുണ്ടായെന്ന് വെച്ചോ. സ്തോത്രം. വഴക്കുണ്ടായിട്ടില്ല, ഉദാഹരണമാണ് പറയുന്നത്. സ്തോത്രം. വഴക്കുണ്ടായെന്ന് വെച്ചോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നാളെ ആന്റിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ പറയുന്ന പദം എന്തായിരിക്കും? അവൾ അല്ലെങ്കിൽ ആ ആന്റി അല്ലെങ്കിൽ കളിച്ചത് എന്നോടാണ്.
സ്തോത്രം. ഞാൻ ആരാണെന്ന് അവർക്ക് അറിയാമോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പോലെ എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്റെ അകത്തിരിക്കുന്ന ദൈവം ആരാണ്? ഞാൻ തന്നെയാണ്. ആന്റിയും ഈ യേശുവിനല്ലേ വിളിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആന്റിയും ഈ യേശുവിനല്ലേ വിളിക്കുന്നത്? സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? എന്റെയും നിങ്ങളുടെ അകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു പ്രാകൃതനുണ്ട്. അവനാണ് ഏറ്റവും വലിയ അപകടം. അവനാണ് ഏറ്റവും വലിയ വിഗ്രഹം. ഒന്നാമത്തെ വിഗ്രഹം ഞാനും നിങ്ങളുടെയും എന്റെയും നിങ്ങളുടെയും അകത്തിരിക്കുന്ന ഞാനെന്ന് പറയുന്ന വിഗ്രഹം. ഹല്ലേലൂയ. നമ്മൾ പറയാറില്ലേ, ഞാനില്ലായിരുന്നെങ്കിൽ അത് കാണാമായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഇല്ലേ, ഞാനില്ലായിരുന്നെങ്കിൽ ഇത് നടക്കുമോ എന്ന് നമുക്ക് അറിയാമായിരുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഈ ഞാൻ എന്ന് പറയുന്ന ആള് ഏറ്റവും അപകടകാരിയാണ്. അത് വിഗ്രഹമാണ്. അത് ഇല്ലാതെയാകാതെ ഒരുത്തരിലും യേശു വളരത്തില്ല. ഓ ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വേറെ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. സ്തോത്രം. ഞാൻ എന്റെ പ്രിയപ്പെട്ടവർ പറയാം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇങ്ങനെ ഞാൻ പറയാം, ഞാനും നിങ്ങളൊരു തെറ്റ് ചെയ്തെന്ന് വെച്ചോ, നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി. തെറ്റ് വേണ്ട, നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി. സ്തോത്രം. അല്ലെങ്കിൽ അയൽക്കും ആരുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി. സ്തോത്രം. പ്രശ്നത്തിൽ നിങ്ങൾ വിധിച്ചാൽ ആരായിരിക്കും തെറ്റുകാര്? ആ പ്രശ്നത്തെ വിധിച്ചാൽ സ്തോത്രം, ആ പ്രശ്നത്തെ നിങ്ങൾ എങ്ങനെ കണക്ക് കൂട്ടി കാറ്റിൽ നിങ്ങൾ അവളാണ് തെറ്റുകാരി. നമ്മുടെ തെറ്റ് വരത്തില്ല, നമ്മുടെ തെറ്റ് തെളിഞ്ഞു വരത്തില്ല. സ്തോത്രം. ഭാര്യയാണെങ്കിൽ പറയും, നീ അത് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയേണ്ടി വന്നത്. മനസ്സിലാകുന്നുണ്ടോ? കാരണം നമുക്ക് നമ്മളെ വിട്ടുകൊടുക്കാൻ മനസ്സില്ല. കാരണം ഞാനെന്ന് പറയുന്ന ആള് ഏറ്റവും ശക്തിവത്തായി നമ്മുടെ അകത്ത് വളർന്ന് പന്തലിച്ചിരിക്കുന്നു. ആ അപകടകാരിയെ നാം തിരിച്ചറിഞ്ഞ് ജയിച്ചില്ല എങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാർത്ഥതയോടുകൂടെ പറയും, വലിയ അപകടമാണ്. എന്റെയും നിങ്ങളുടെയും ആത്മീക ജീവിതത്തിന്റെ ഏറ്റവും വലിയ തടസ്സം ആരെന്ന് ചോദിച്ചാൽ ഞാനെന്ന് പറയുന്ന എന്റെ അകത്തിരിക്കുന്ന മനുഷ്യനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആന്തരിക മണ്ഡലത്തിൽ ഒരു പരിച്ഛേദന ഏൽക്കാതെ ആ പ്രാകൃത മനുഷ്യനെ കൊല്ലാത്തടുത്തോളം കാലം, അത് മരിക്കാത്തടുത്തോളം കാലം, അതിനെ പരിച്ഛേദന ചെയ്യാത്തടുത്തോളം കാലം, ഹല്ലേലൂയ, എനിക്കും നിങ്ങൾക്കും സ്തോത്രമല്ലേലൂയ അകത്ത് യേശു വളരത്തില്ലെന്ന്. ഹല്ലേലൂയ. തിരിച്ചറിയുന്നുണ്ടോ? അപ്പോൾ ബൈബിൾ പറഞ്ഞു കേട്ടോ, അകത്തിരിക്കുന്ന വിഗ്രഹത്തെ ഞാൻ എടുത്തു മാറ്റും. അതിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ ഇല്ലാതെയാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ എവിടെ തൊട്ടാൽ നീ തകർന്ന് തരിപ്പണമാകുമെന്ന് എന്റെ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ദൈവം അവിടെ തൊട്ട് ദൈവം ഇല്ലാതെയാക്കും. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, സ്തോത്രം. എനിക്കറിയാവുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. സ്തോത്രം. ഞാൻ എന്റെ വീട്ടിനോട് അനുബന്ധിച്ച് തന്നെ പറയാം. സ്തോത്രം. എനിക്ക് നൂറുകണക്കിന് ദൈവദാസന്മാരെ അറിയാം. ശക്തമായി സ്തോത്രം ദൂത് അല്ലെങ്കിൽ പ്രസംഗിക്കപ്പെട്ട, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഭൂതമിളകുന്ന, ഇന്നാൾ അവിടെ നിന്ന് ഇറങ്ങി എന്ന് പറയുന്ന സ്തോത്രം പ്രിയപ്പെട്ടവരെ എനിക്കറിയാം. പക്ഷെ അവരുടെ അവസാന കാലഘട്ടം സ്തോത്രം വളരെ വേദനയിൽ കൂടിയും വളരെ ശോധനയിൽ കൂടിയും സ്തോത്രം ഹല്ലേലൂയ കടന്നു പോകപ്പെട്ട ഒത്തിരി പിതാക്കന്മാരെ എനിക്കറിയാം. ആ പിതാക്കന്മാർ അങ്ങനെ വേദനയിൽ കിടപ്പിലാകപ്പെടുമ്പോൾ സ്തോത്രം ആത്മീകരായ പിതാക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്രകാരമാണ്, എന്തിനാണ് ഇങ്ങനെ അവരെ കിടപ്പിലാക്കിയത്? സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ പിതാക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ഇപ്രകാരമാണ്, അവരെ ശുദ്ധീകരണത്തിനിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധീകരണത്തിനിട്ടിരിക്കുകയാണ്. സ്തോത്രം. ശുദ്ധീകരണ പ്രക്രിയ എപ്പോൾ തീരുന്നുവോ അപ്പോൾ അവരെ എന്റെ ദൈവം ഇവിടെ നിന്ന് എടുക്കും. ഹല്ലേലൂയ.
ഇത് തന്നെയാണ് പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളുടെയും അകത്തിരിക്കുന്ന ഞാൻ എന്ന് പറയുന്ന ആ പ്രാകൃതനെ ഉടയ്ക്കുവാൻ എന്റെ ദൈവം ചിലപ്പോൾ എന്നെ നിങ്ങളെ കിടപ്പിലാക്കിയെന്ന് വരും. എന്നെ നിങ്ങളെ വേദനയുടെ കഠിന ശോധനയിൽ കൂടി കടത്തിവിട്ടെന്ന് വരും. എന്നാൽ സ്തോത്രം, അത് നമ്മളെ തള്ളിക്കളഞ്ഞതല്ല, അത് നമ്മളെ ഉപേക്ഷിച്ചതല്ല, അത് നമ്മളെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടല്ല, അത് നമ്മളെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഹാഡാമാല ശബാദാമാന അർത്തൽ പ്രൗഢമനകളുടെ ഗസി അചരകളുടെ ഗതി അന്തൽ പ്രൗഢമനകളുടെ ഗതി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ വ്യക്തമായും ശക്തമായും ഇടപെടുന്നു. സ്തോത്രമനിയും ഈ വേദന, ഈ ശോധന, ഈ പ്രതിസന്ധിയ നിന്നെ തള്ളിക്കളയുന്നതല്ല, എന്റെ ദൈവം നിന്നെ പണിയാൻ വേണ്ടിയിട്ടാണെന്ന്. ഹല്ലേലൂയ. നിന്നെ പണിത് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ എന്റെ ദൈവം പറയുകയാണ്, എനിക്ക് എന്റെ ആത്മാവിനെ നിന്റെ അകത്ത് പകരണം. ഹല്ലേലൂയ. എന്റെ ആത്മാവിനെ നിന്റെ അകത്ത് പകർന്ന് എന്റെ വചനത്തെ നിന്റെ ഉള്ളിൽ ആക്കി തരണം. വചനം ആയ യേശുവിനെ എനിക്ക് നിന്റെ ഉള്ളിലാക്കി തരണം. സ്വതന്ത്രം. ഹല്ലേലൂയ. വേഗത്തിൽ വരട്ടെ, വേഗത്തിൽ വരട്ടെ. സ്വതന്ത്രം. അപ്പോൾ ഈ നമ്മുടെ അകത്തിരിക്കുന്ന വിഗ്രഹം സ്വതന്ത്രം ചിലപ്പോൾ സ്വതന്ത്രം നമ്മുടെ സമ്പത്താകാം, ചിലപ്പോൾ നമ്മുടെ സ്വതന്ത്രം മക്കളാകാം, നമ്മുടെ സ്വതന്ത്രം എന്തുമാകാം. നിങ്ങളുടെ ദൈവത്തിൽ നിന്ന്, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുന്ന, നിങ്ങളുടെ ആരാധനയിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുന്ന ഏതൊക്കെ ഉണ്ടോ അതെല്ലാം അകത്തിരിക്കുന്ന വിഗ്രഹമാണ്. അത് തമ്പുരാൻ നിങ്ങൾ മാറ്റിയില്ല എങ്കിൽ തമ്പുരാൻ എടുത്തു മാറ്റും. ഹല്ലേലൂയ. സ്തോത്രം. ആ പ്രാകൃതനെ കുറിച്ച് റോമാലേഖനത്തിനകത്ത് പറയുകയാണ്. ആ പ്രാകൃതന്റെ സ്വഭാവത്തെ കുറിച്ച് റോമാലേഖനത്തിൽ പറയുന്നു. അതിന്റെ 1-ാം അധ്യായം 22 മുതൽ നിങ്ങൾ വീട്ടിൽ വായിച്ചാൽ മതി. സ്വതന്ത്ര സമയത്തിന്റെ പരിധി ഒത്ത് ഞാൻ വേഗത്തിൽ വരികയാണ്. അവിടെ പറയുന്നുണ്ട് ഏതാണ്ട് 21 കൂട്ടം കാര്യങ്ങൾ. 21 കൂട്ടങ്ങൾ ആ വിഗ്രഹത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ഏതാണ്ട് 21 കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 29-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്കത് പഠിക്കാൻ പറ്റുന്നു. സ്തോത്രം. സകല അനീതിയും, ദുഷ്ടത, അത്യാഗ്രഹം, അങ്ങനെ തുടങ്ങി താഴോട്ട് വരപ്പെടുമ്പോൾ പക, പിണക്കം, സ്തോത്രം, ജാരശങ്ക, ക്രോധം എന്ന് തുടങ്ങിയ ഏതാണ്ട് 21 ഹല്ലേലൂയ സ്തോത്രം മനുഷ്യരിൽ അകത്തിരിക്കുന്ന വിഗ്രഹങ്ങൾ. ഇതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. ഇതിനെ മാറ്റിത്തരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ സ്വയം മാറ്റിയില്ല എങ്കിൽ ദൈവം അത് മാറ്റാനുള്ള പ്രക്രിയ ചെയ്യുമെന്ന്. ഹല്ലേലൂയ. മാറ്റാനുള്ള പ്രക്രിയ അത് വലിയ വേദനയിൽ കൂടി കടത്തിവിട്ടാണ് അത് ചെയ്യപ്പെടുന്നത്. സ്വത്രം. വേഗത്തിൽ വരട്ടെ. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സ്വതന്ത്രം ജീവിതത്തിനകത്ത് മാറ്റമുണ്ടാകേണ്ടതിന് 3 ഞരക്കങ്ങൾ അവിടെ നമുക്ക് പഠിക്കാൻ പറ്റും. 3 ഞരക്കങ്ങൾ. സ്വതന്ത്രം. എന്നോട് പറഞ്ഞ സമയം ഇവിടെ അവസാനിക്കുന്നു എനിക്കറിയാം. സ്വതന്ത്രം. വേഗത്തിൽ ഞാൻ കൊണ്ട് കൺക്ലൂഷൻ ചെയ്യട്ടെ. സ്തോത്രം. ഞാൻ എന്റെ ദൂതിന്റെ ആ ഒരു അടുക്കും ചിട്ടയോട് കയറി ഒരു മുഖവര ഭാഗത്തോട്ട് കയറി അതിന്റെ ദൂതിന്റെ വിശാലതയിലേക്ക് ഞാനൊന്ന് കയറുന്നതേ ഉള്ളൂ. എന്നോട് കൂടെ വരണേ. സ്വതന്ത്രം. പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടൊത്തിച്ച് പ്രാർത്ഥിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. സ്വതന്ത്രം. അപ്പോൾ ദൈവാത്മാവ് ഇവിടെ പറയുകയാണ് 3 ഞരക്കങ്ങൾ അല്ലെങ്കിൽ 3 തരത്തിൽ കണ്ണുനീര് ഉണ്ടാകപ്പെടും. ആ കണ്ണുനീരിനെ കുറിച്ച് പറയുകയാണ്. ഞരക്കമെന്നാ പറയുന്നത്. നമ്മളെ ശുദ്ധീകരിച്ച് വീണ്ടെടുക്കപ്പെടുന്ന വീണ്ടെടുപ്പിനെ കുറിച്ച് അവിടെ പറയുമ്പോൾ 3 ഞരക്കങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതിന്റെ 17 മുതൽ വായിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന പ്രകാരമാണ്. 17, 18 വാക്യങ്ങൾ പഠിച്ചു വരുമ്പോൾ ഇങ്ങനെ പഠിക്കുന്നു. സുദൃഢം. എന്നിൽ വെളിപ്പെടാനുള്ള ഈ ലോകത്തിലെ ഘട്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ട്? എന്നിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ച, എന്നിൽ ശുദ്ധീകരണം പ്രാപിക്കപ്പെട്ടാൽ തന്റെ പുത്രന്റെ സ്വരൂപമായ തേജസ്
എന്നിൽ വെളിപ്പെടാനുള്ളതിന് വേണ്ടി എന്റെ ദൈവം സ്തോത്രം എന്നെ ഘട്ടത്തിൽ കൂടി കടത്തിവിടുന്നു. അതുകൊണ്ട് ഘട്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ് ആ വീണ്ടെടുപ്പിനെ കുറിച്ച്, ആ ഞരക്കത്തെ കുറിച്ച് പറയുകയാണ് ഒന്നാമത്തെ ഞരക്കം, സർവ സൃഷ്ടികളും ഒരുപോലെ ഈറ്റുനോവോടുകൂടെ ഉള്ളിൽ ഞരങ്ങി സ്തോത്രം കൊണ്ട് അവർ ദൈവത്തോട് ഞരങ്ങി പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ ഞരക്കം. രണ്ടാമത്തെ ഞരക്കം ഇവിടെ പറയപ്പെടുന്നു 22-ാമത്തെ വാക്യം. സ്തോത്രം, ആത്മാവെന്ന ആദ്യദാനം ലഭിക്കപ്പെട്ട നാം അവന്റെ പുത്രന്റെ ശരീരത്തിന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കേണ്ടതിന് ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 26-ാമത്തെ വാക്യം പറയപ്പെടുമ്പോൾ ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിന്നുകൊണ്ട് സ്തോത്രം നമുക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട്, ഹല്ലേലൂയ, നമുക്ക് ഞരങ്ങി പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ആത്മാവ് തന്റെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളുടെ ഉടമസ്ഥനായ ദൈവം, ഹല്ലേലൂയ, ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ ഞരക്കത്തെ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, ജയമേറ്റെടുക്കുന്നു. ഈ രാത്രിയിൽ ഞാൻ പ്രിയപ്പെട്ടവരോട് പറയപ്പെടും, സ്തോത്രം, ഈ ഞരക്കം ആത്മാവെന്ന ആദ്യദാനം ലഭിക്കപ്പെട്ടവർക്ക് ഉള്ളിലുണ്ടാകപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയത്തിലെ നീറ്റലെ, ഹൃദയത്തിലെ വേദന, ഹൃദയത്തിലെ ഞരക്കമേ ആർക്കാ ഉണ്ടാകുന്നത്? ആത്മാവുള്ളവർക്ക് മാത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പ്രിയപ്പെട്ടവരോട് പറയും, സ്വതന്ത്രി അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ആത്മാവ് വന്നത്, പ്രവചിക്കാൻ വേണ്ടിയിട്ടല്ല മാത്രമല്ല കേട്ടോ ആത്മാവ് വന്നത്, സ്വതന്ത്രം വെളിപ്പാട് കാണാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ആത്മാവ് വന്നത്. ആത്മാവ് വന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, സ്വതന്ത്രം എനിക്ക് ഞരക്കം തരാൻ വേണ്ടിട്ടോ, എനിക്ക് മാനസാന്തരപ്പെടാൻ വേണ്ടി, എന്നിലുള്ള പഴയ പ്രാകൃതനെ കണ്ടുപിടിക്കാൻ വേണ്ടി, കണ്ടുപിടിച്ച് ഞരങ്ങാൻ വേണ്ടി. അങ്ങനെ ഒരു ഞരക്കം ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറയണം, കർത്താവേ, ആ ഞരക്കം എനിക്ക് വേണം. ഞാൻ ഞരക്കമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ കർത്താവേ, എനിക്ക് പുത്രനെ പോലെ ആകാൻ പറ്റില്ല. എനിക്ക് പുത്രനെ പോലെ ആകണമെങ്കിൽ എനിക്ക് നീ ആ ഞരക്കത്തിന്റെ ആത്മാവിനെ എനിക്ക് നീ തരണമേ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവരോട് ആത്മാർത്ഥതയോടുകൂടെ കൈമാറപ്പെടുന്നു. ഉള്ളിൽ ഞരങ്ങിക്കൊണ്ട് ആത്മാവിൽ ഞരക്കത്തോടുകൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവാത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അവന്റെ വിശുദ്ധി പ്രാപിക്കുവാൻ, അവന്റെ തേജസ് പ്രാപിക്കുവാൻ, അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ ദൈവാത്മാവ് എന്നെ നിങ്ങളെയും പണിതുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ 18-ാമത്തെ രാത്രിയിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് അക്കമിട്ട് പറയപ്പെടുന്നു, ഉള്ളിൽ ഞരക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഈ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പെങ്കിലും ഉള്ളിൽ എനിക്കൊരു ഞരക്കമുണ്ടായെന്ന് ഇന്ന് രാത്രിയിൽ പറയുവാൻ ഇടവരുത്തണം. സ്തോത്രം. എന്താണ് സ്തോത്രം? ആ ഭാഗം ഒന്നുകൂടി ആഴത്തിൽ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. സർവ്വസിറ്റിയും ഒരുപോലെ ഞരങ്ങുന്നു. ഒന്ന്, സർവ്വസിറ്റിയും ഞരങ്ങുന്നു. 2, മനുഷ്യാത്മാവ് ഞരങ്ങുന്നു. 3, ദൈവത്തിന്റെ ആത്മാവ് ഞരങ്ങുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ എന്നെ നിങ്ങളെയും പുത്രനാക്കി മാറ്റാൻ. ഹല്ലേലൂയ. എന്നെ നിങ്ങളെയും പുത്രനാക്കി മാറ്റി. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ പല ഘട്ടങ്ങളിൽ കൂടി കടത്തിവിടുന്നു. ആ ഘട്ടത്തെ ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അല്ലെങ്കിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ വേറൊന്നിനുമല്ല,
അവൻ നിങ്ങളെ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കാൻ വേണ്ടിയിട്ടാണ്. ആ 3 ഞരക്കങ്ങൾ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. സ്വപ്രലിയം ഞാൻ ആത്മാർത്ഥതയോടുകൂടെ പറയുന്നു, നാം അവന്റെ പുത്രനെങ്കിൽ, നിങ്ങൾ അവനെ സ്നേഹിക്കുന്നവരെങ്കിൽ, അവൻ നിങ്ങളെ സ്നേഹിക്കുന്ന മക്കളെങ്കിൽ, സ്തോത്രം, ഈ ശിക്ഷണത്തിൽ കൂടി കടത്തിവിടും. നമ്മളെ തമ്പുരാൻ തൊടുന്നത് നിസ്സാരമായ വിഷയത്തിലല്ല. നിങ്ങൾ ഈ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് അക്കമിട്ട് പ്രവചനാത്മാവിനാൽ ദൂത് കൈമാറപ്പെടുന്നു. സ്തോത്രം, ഈ 21 ചിലപ്പോൾ കഴിയപ്പെടുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് ചിലപ്പോൾ അനുഗ്രഹത്തെ ആയിരിക്കത്തില്ല. നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് വിടുതലുകളെ ആയിരിക്കത്തില്ല. ചില ശോധനയിൽ കൂടി കടത്തിവിടുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ആലോചന പറഞ്ഞ് ഉറപ്പിക്കാൻ പറയുന്നു. നിങ്ങളെ എന്റെ ദൈവം ചില വേദനയിൽ കൂടി കടത്തിവിടുമെന്ന്, അവിടെ നിങ്ങൾ തളരാതെ നിൽക്കണമെന്നും, അവിടെ നിങ്ങൾ ക്രിസ്തു വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ, സ്തോത്രം, പൗലോസ്ലീഹ 3 വട്ടം പ്രാർത്ഥിച്ചിട്ടും ആ ശരീരത്തിലെ ശൂലം മാറിയില്ല. സ്തോത്രം, അവിടെ പൗലോസിനോട് പറഞ്ഞ ഇപ്രകാരമാണ്, എന്റെ കൃപ നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരപ്പെടുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം, ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവസിക്കേണ്ടതിന്, ഹല്ലേലൂയ, എന്റെ ബലഹീനതയിലും ഞാൻ സന്തോഷിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളെ ഒരു വെളിപ്പാടിലേക്ക്, നിങ്ങളെ ചില കൃപാവരങ്ങളിലേക്ക്, നിങ്ങളെ ചില ദൈവം ചില ശുശ്രൂഷയിലേക്ക്, ദൈവത്തിന്റെ മഹത്വമേറിയ ശക്തിയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കയറ്റപ്പെടുമ്പോൾ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ കൂടി കടന്നു പോകും. അവിടെ നിങ്ങൾ തളർന്നു പോകരുത്. കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പറയണം, കർത്താവേ, ഈ പരിശോധന എന്തിനാണ്? ഈ വേദന എന്തിനാണ്? ഈ ശോധന എന്തിനാണ്? എന്നെ നീ പണിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാനിതാ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്റെ കർത്താവെ, എന്നെ നീ പണിത് നീ പുറത്തു കൊണ്ടുവരണമേ. നിന്റെ പുത്രന്റെ സ്വരൂപത്തോട് എന്നെ അനുരൂപനാക്കണമേ എന്ന് ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കാം. എന്റെ ദൂത് ഞാൻ പകുതി വഴിയിൽ വെച്ച് നിർത്തുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, നാം മക്കളെങ്കിൽ ബാലശിക്ഷ, ഹൃദയ കീറുന്ന വേദന നമുക്കുണ്ടാകപ്പെടും. അത് നമ്മളെ തകർത്ത് കളയാനല്ല, അത് നമ്മളെ ഉടച്ചു കളയാനല്ല, ഒരു മാനപാത്രമായി പണിയാൻ വേണ്ടിയിട്ടാണ്. കുശവൻ തന്റെ കയ്യിൽ കളിമണ്ണിനെ, സ്തോത്രമല്ലേലൂയം, അവനിഷ്ടമുള്ളതുപോലെ പണിത് സ്തോത്രം എടുത്ത് അവൻ തന്റെ സ്തോത്രമല്ലേലൂയം ഹൃദയത്തിനകത്തുള്ള ആ ഒരു പ്ലാൻ പദ്ധതി പ്രകാരം പണിത ആ ഒരു മൺപാത്രത്തെ തീക്കകത്തേക്ക് വെക്കപ്പെടുമ്പോൾ ചില ദിവസങ്ങൾ തീക്കകത്താണ്. സ്തോത്രം, എന്തിനെന്ന് ചോദിച്ചാൽ അതൊരു പാത്രമായി അനേകർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ ആ കുശവൻ ചെയ്യുകയാണ്. അല്ലാത്ത പക്ഷം ആ പാത്രത്തിൽ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇന്ന് രാത്രിയിൽ നിന്നെയും എന്നെയും ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ തീജ്വാലയിൽ കൂടി കടന്നു പോകേണ്ടി വരും, വേദനയിൽ കൂടി കടന്നു പോകേണ്ടി വരും. കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിത്യരായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗം നല്ല കർത്താവേ, ഞങ്ങൾ ദൈവരാജ്യത്തിലെങ്കിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്, ഞങ്ങൾക്ക് ശോധനയുണ്ട്. അത് എന്തിനെന്ന് ചോദിച്ചാൽ ഞങ്ങളെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ കർത്താവെ ഞങ്ങളെ പരിച്ഛേദനയാൽ ഹൃദയത്തിന്റെ വേദനകൾ തന്ന് ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുമെന്ന് വചനം ഞങ്ങളോട് പറയുന്നു. ആ വചനം അടിയൻ ഈ ജനത്തിന്മേൽ കൈമാറപ്പെടുന്നു. ദൈവം ആ ഉപവാസ പ്രാർത്ഥനകൾ കഴിഞ്ഞെഴുന്നേൽക്കപ്പെടുമ്പോൾ കർത്താവെ വിടുതലുകൾ കർത്താവ് മുൻപിൽ ഉണ്ട്. എന്നാൽ ആ വിടുതലുകളെ നിലനിൽക്കുവാൻ ദൈവം കടത്തിവിടുന്ന ശോധനകളുടെ നടുവിൽ അവരെ പണിത് പുറത്തെടുക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മൂർച്ചയുള്ള ആയുധമാക്കി ആത്മാവ് തീർക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തിരുമേനിയുടെ കരങ്ങൾ താഴുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഈ 21 അല്ലെങ്കിൽ ഈ പ്രാർത്ഥന സ്തോത്രം തീരുമ്പോൾ ദൈവമായ കർത്താവിന്റെ വലിയ കൃപകൾ പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലിയസ്വരി പിരിയുന്നു. കർത്താവിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ.
ആമേൻ ആമേൻ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. നാളെ നമ്മുടെ മധ്യ ഭജന ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ വിജയഞ്ചൽ പാസ്റ്റർ ആണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു കാണും. അദ്ദേഹം ആത്മാവിൽ വളരെ എന്താ പറയുക, ദൈവത്തിൻ്റെ വചനത്തെ ശക്തമായി ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് നമുക്കും അത് മനസ്സിലാകണം. ഇച്ചിരി കട്ടിയാണ്, നമ്മളെപ്പോഴും വിളിച്ച് കട്ടിയായ ആഹാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വന്നാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അതിന് ഒരുക്കത്തോടെ കടന്ന്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ആരോടെങ്കിലൊക്കെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ അവർക്ക് നിങ്ങൾക്കൊരു ബൈബിൾ കൊടുത്താൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഞാൻ കുറച്ച് ബൈബിൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഹാലിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഒരു സഹോദരി 1-2 പേര് ആവശ്യപ്പെട്ടതുകൊണ്ട് അപ്പോൾ ഒരു ഐഡിയ അതെൻ്റെ തലയിലേക്ക് അവർക്കൊരു വചനം കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഓർഡർ ചെയ്ത വചനം സങ്കീർത്തനവും സദൃശ്യവാക്യങ്ങളും പുതിയ നിയമവും അതും കൂടെ ഉള്ള ബൈബിളാണ് ഓർഡർ മേടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കത് നാട്ടിലാണെങ്കിൽ അത് കൊറിയർ ചെയ്തോ അല്ലെങ്കിൽ കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യാം, എങ്ങനെയും ചെയ്യാം. പക്ഷേ വിദേശത്താണെങ്കിൽ എനിക്ക് ഇപ്പം തൽക്കാലം തിരിച്ചങ്ങോട്ട് വരുന്നത് എനിക്കറിയത്തില്ല, വരുമ്പോൾ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഹാലല്ലേ. അപ്പോൾ അതങ്ങനെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണം. ഞാൻ ഒരാളുടെ സുവിശേഷം പറഞ്ഞവർക്ക് വായിക്കാൻ ബൈബിളില്ല എന്നറിയാൻ പെട്ടെന്ന് ഓർത്തത് പറയണം എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ മാത്രമല്ലല്ലോ, അത് അല്ലാതെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ആമേൻ സ്തോത്രം. നമ്മൾ കേട്ട വചനം ഹാലേലിയ നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ ഒരു ഹൃദയ പരിച്ഛേദന ഹാലേലിയ വേണം. അത് നമ്മൾ ആ യഥാർത്ഥ പരിച്ഛേദന അത് നമ്മുടെ ഹൃദയത്തിൽ. അതുപോലെ കാരണം ഒരു കാര്യം, നമ്മൾ കാണുന്നത് എല്ലാം താൽക്കാലികം, കാണാത്തതാണ് അല്ല നിത്യം. അപ്പൊ ആ നിത്യതയെക്കുറിച്ച് ഓർത്തുകൊണ്ട് അത് വെളിപ്പാടിലൂടെ നമ്മൾ പോകണം. അല്ലാതെ ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തിൽ പറഞ്ഞ പോലെ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു എന്നോട് ഇങ്ങനെ ദൈവം വേണം ഉപവാസം കഴിയുമ്പോൾ ചിലപ്പം ബ്ലെസ്സിങ് ആയിരിക്കത്തില്ല, കുറച്ചും കൂടെ കട്ടിയാകും ചിലപ്പോൾ. അല്ലെ ചിലരെയൊക്കെ ഒന്നും കൂടെ ഒന്ന് ദൈവത്തിന് അല്ലെ ശരിയാക്കി എടുക്കാറുണ്ട്. അപ്പം അതുപോലൊരു അതിലേക്ക് നമ്മൾ കടന്നു പോകുമായിരിക്കും. പക്ഷേ അത് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ഒരിക്കലും എടുക്കില്ല. എന്നൊരു സൗകര്യം പറയുമ്പോൾ നമ്മൾ എന്ത് കാര്യം നമ്മൾ നെഗറ്റീവായിട്ടല്ല അതിന് പോസിറ്റീവ് ആക്കാം. ഹാലയില്ല. കാരണം തന്നെ ഒരു സഹോദരി എനിക്ക് ഒത്തിരി സമയം ഇരിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, അതുകൊണ്ട് കുറച്ച് നേരം ഇരിക്കാൻ പറ്റുന്നുള്ളൂ. ചിലപ്പോൾ ഇടയ്ക്ക് ഹസ്ബൻഡ് വരുമ്പോൾ ഇറങ്ങണ്ട. ഞാൻ പറയും അതിന് പോസിറ്റീവ് എടുക്കുക. എനിക്ക് അത്രയും സമയങ്ങളിൽ ഇരിക്കാൻ പറ്റിയല്ലോ. ഒട്ടും ഇരിക്കാൻ പറ്റാത്തടത്ത് അരമണിക്കൂർ ഇരിക്കുക, അല്ലെ 10 മിനിറ്റ് ഇരിക്കുക. അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. നെഗറ്റീവ് നമ്മുടെ തലയിലേക്ക് കൊണ്ടുവന്ന് എപ്പോഴും പിശാച അതിനെ വിട്ടുകൊടുക്കാതെ ഹാലെ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി ആ കാര്യങ്ങൾ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഹാലെ എന്ത് കാര്യം കേൾക്കുക, എന്ത് കാര്യം സംഭവിക്കുമ്പോഴും പറഞ്ഞ പോലെ ദൈവത്തെ സ്നേഹിക്കുന്ന എപ്രകാരം വിളിക്കാൻ സകല നന്മയ്ക്കായി കൂടി വ്യാപരം. അതും ദൈവം നന്മയ്ക്കാക്കി മാറ്റും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അതുപോലെ തന്നെ ഹലെ വിശ്വാസത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. ഹലെ എന്ത് കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം അറിയാണ്ട് ഹലെ തലേന്നൊരു മുടി താഴെ വീഴത്തില്ലെങ്കിൽ ദൈവം അറിയാണ്ട് ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ആ ഒരു ഉറപ്പോടെ ആ വിശ്വാസത്തോടെ നമ്മൾ മുൻപോട്ട് പോകണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്താൻ ആർക്കും പറ്റത്തില്ല. ഹലെ കർത്താവിൻ്റെ ദാസന് ഞാൻ പറയാം, എനിക്ക് പേഴ്സണലായിട്ട് പരിചയമൊന്നുമില്ല. എനിക്ക് ഷിജി മോളെ അറിയാം ഹാലിയ. അപ്പം ഹസ്ബൻഡാണെന്നും അറിയാം ഹാലെ. അതുകൊണ്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ഹാലെ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ ഇന്ന ദിവസം നമുക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും പറയാതെ ഹാലയിലെ വന്ന് നമുക്ക് വേണ്ടി അനുഗ്രഹിക്കേണ്ട വചന ശുശ്രൂഷ ദൈവദാസനുള്ള എല്ലാം നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലയിലെ നമുക്ക് ഇന്നത്തെ കർത്താവിൻ്റെ ദാസന്റെ ശുശ്രൂഷയെ ഓർത്ത് ഹാലെ മുന്നോട്ടുള്ള ഹാലെ അവരുടെ ജീവിതത്തെ ഓർത്തും നമുക്ക് നാളെ 3 ദിവസം കൊണ്ട് നമ്മുടെ മീറ്റിങ്ങുകൾ ആ 3 ദിവസം നടക്കാനൊക്കെ മീറ്റിങ്ങിനെ ഓർത്തും ഹാലയിലുയ തിരുനാപ്പള്ളി ജോളി ആൻറ്റി പ്രാർത്ഥിച്ചേ. ജോളി ജോർജ്. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, തന്റെ പുത്രന്റെ സ്വഭാവത്തോടെ അനുരൂപപ്പെടുന്നതിന് കർത്താവെ, നിങ്ങൾ പല കഷ്ടങ്ങളിൽ കൂടി കടന്ന കർത്താവെ, അവൻ അനുരൂപരായി തീരുവാൻ, നിത്യതയ്ക്ക് ഓഹരിക്കാരായി തീരുവാൻ കർത്താവെ, ഓരോ ദിവസവും വിശുദ്ധിയെ തികച്ചു മുന്നേറുവാൻ കർത്താവെ, കഷ്ടങ്ങൾ കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, നിങ്ങൾ ശോധനകൾ വരുമ്പോൾ അതിൽ പതറിപ്പോകാതെ ഹല്ലേലൂയ മുന്നേറുവാനുള്ള ആത്മബലം കർത്താവ് അടിയങ്ങളുടെ മേൽ പകർന്ന് ഓരോ ദിവസവും കർത്താവെ അടിയങ്ങളുടെ കാഴ്ചപ്പാട് ഹല്ലേലൂയ കർത്താവെ ഉയരത്തിലുള്ളതിനെ ചിന്തിച്ചുകൊണ്ട് മുന്നേറുവാൻ സ്വർഗ്ഗവടിയങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അടിയങ്ങൾ കാണുന്നതിനെ അല്ല കാണാത്തതിനെ പ്രത്യാശിച്ചുകൊണ്ട് ഓരോ ദിവസവും പ്രത്യാശയോടെ നിത്യതയിലേക്ക് അടുക്കുവാൻ ഹല്ലേലൂയ. റിഖബന റിഖ 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 റിഖല 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 റിഖ റിഖ റിഖ. ഓ ഗ്ലോറി, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഓ റബ 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 റബ. ഹല്ലേലൂയ. അപ്പാ ഓരോ ദിവസവും കർത്താവെ അടിയങ്ങൾ ആത്മാവിന്റെ പുതുശക്തി പ്രാപിച്ച് ഹല്ലേലൂയ മുന്നേറുവാൻ സ്വർഗ്ഗവടിയങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് പിന്നെ നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ, കർത്തൃദാസിനെ കുടുംബമായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ വേലയിൽ അധികമായി
വിജയകരമായി ഹല്ലേലൂയ മുന്നേറുവാൻ കർത്താവരെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. ശുശ്രൂഷ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിന് വേണ്ടി അനേകരെ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ കർത്താവെ ശക്തിയോടെ അങ്ങെടുത്ത് ഉപയോഗിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ വരുന്ന ദിവസങ്ങളിലൊക്കെയും കർത്താവെ അടിയങ്ങൾക്ക് വേണ്ടി ഇനിയും കർത്താവെ അടിയങ്ങളുടെ ഉപവാസം കർത്താവെ ഈ 18 ദിവസം കർത്താവെ കടന്നല്ല കർത്താവെ. ഹല്ലേലൂയ ഇത്രത്തോളം നീ ഞങ്ങളെ കൊണ്ടുവന്ന ആ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇനിയുള്ള കർത്താവെ 3 ദിവസങ്ങളിലും കർത്താവെ ഹല്ലേലൂയ അപ്പാ ആത്മബലത്തോടായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പാ ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാവുന്ന കടന്നു വരുന്ന കർത്തദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവര് അതിശക്തമായ അടിയങ്ങളോട് കർത്താവെ ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവെ ഹല്ലേലൂയ പ്രബോധിപ്പാൻ തക്കവണ്ണം അവരെ ആത്മീയമായി അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കുകയും ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കേൾക്കപ്പെട്ട വചനം അടിയങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം 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 കർത്താവെ. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ സമ്പൂർണമായി താഴ്ത്തി തരുന്ന കർത്താവെ. അവിടുന്ന് കർത്താവ് അടിയങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും ഒക്കെ കേട്ട കൃപകൾക്കായിട്ട് സ്തോത്രം. സകലവും യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ ആമേൻ. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹം പുത്രനാം യേശുക്രിസ്തുവിന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസം നമ്മുടെ മധ്യേന്ന് വചന സൂക്ഷിച്ച ദൈവദാസനോടും കുടുംബത്തോടും കർത്താവ് ഭൂമിയിലെ സകല വിശുദ്ധന്മാരും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടാകുമാറായിട്ട്. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇനി നമുക്ക് വെറും 3 ദിവസം ഞായറാഴ്ച ആണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥന. ഞായറാഴ്ച വൈകിട്ട് ഇതേ സമയത്ത് തന്നെയായിരിക്കും നമ്മുടെ ബിജോ പാസ്റ്ററാണ് ഉപവാസ പ്രാർത്ഥന അവസാന ദിവസം ശുശ്രൂഷിച്ച് നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥനയെ ആശീർവാദം പറയുന്നത് ബിജോ പാസ്റ്റർ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയുടെ കടന്നില്ല. ഞായറാഴ്ച എല്ലാവരും ഞായറാഴ്ച ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും ജോയിൻ ചെയ്യാതിരിക്കല്ലേ. അല്ല, ഞായറാഴ്ച അവസാന ദിവസത്തിൽ എല്ലാവരും കടന്നു വരണം. ദൈവനാമത്തെ ഉറപ്പിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഷിജിമോളെ താങ്ക് യു. ഹല്ലേലൂയ. സ്തോത്രം. ഓക്കെ ഓക്കെ. ഗോഡ് ബ്ലെസ് യു.